59 മന്ത്സേ അല്ലെങ്കിൽ 58 മന്ത്സേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളും സാധാരണ നമ്മളെപ്പോലെ തന്നെ 180 ഡേയ്സ് UK താമസിക്കേണ്ട കാര്യം. എന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റ് മുതലാണ് 5 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു വിസ റൂട്ടിലാണ് ഉള്ളത്, പക്ഷേ വേറൊരു വിസ റൂട്ടിലോട്ട് മാറിയ ഒരാൾ, അയാളുടെ ഒരു കേസ് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? അല്ലാതെ നേരെ 7 ഇയേഴ്സ് കഴിഞ്ഞ് ILR കിട്ടുന്ന ഇവിടെ ജനിച്ച കൊച്ചുങ്ങൾക്ക് മാത്രം. ഹസ്ബൻഡും വൈഫും രണ്ട് സ്ഥലത്തായിരിക്കും മിക്കവാറും. രണ്ടുപേർക്കും വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നത് രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് സിറ്റികളിലായിരിക്കും. ലീഗൽ സ്റ്റേ അഡൽസിൻ്റെ എനിക്ക് തോന്നുന്നത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു അല്ലേ? ILRുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് അവസരത്തിലാണ് ചെയ്യേണ്ടത്, COS മുതൽ സാലറി വരെ 100 കണക്കിന് സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത്. UKയിലെ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ഇമിഗ്രേഷൻ സോളിസിറ്റർ മിസ്റ്റർ ബ്രോസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോട് A to Z കാര്യങ്ങൾ നമ്മളിന്ന് ചോദിച്ചറിയുകയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പരിപാടികളിലേക്കൊന്നും കടക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരാൾ UKയിൽ ILRനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റി, ലെങ്ത് ഓഫ് സ്റ്റേ, കണ്ടിന്യൂസ് റെസിഡൻസ്, പിന്നെ അവരുടെ ആബ്സെൻസ്, അതായത് UKയിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, സ്യൂട്ടബിലിറ്റി ആൻഡ് ഗുഡ് ക്യാരക്ടർ, പിന്നെ ടോട്ടൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതിനകത്ത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് വേണ്ടത്, പിന്നെ നമ്മൾ എടുക്കേണ്ട മാൻഡേറ്ററി ടെക്സ്റ്റ്, പിന്നെ എന്തെങ്കിലും എക്സംഷൻസ് നമ്മളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ILR റെഫ്യൂസൽ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എലിജിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചാൽ നമുക്കറിയാലോ, 5 വർഷമാണ് നമ്മുടെ ILRന് വേണ്ടുന്ന എലിജിബിലിറ്റി. അതേസമയം ഒത്തിരി കമ്പനികൾക്ക് ചിലപ്പോൾ 5 വർഷത്തെ വിസ കൊടുത്തിട്ട് 49 മാസമേ അടിച്ച് കിട്ടാറുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ 5 കൊല്ലം വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മിക്കവരും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ COS ഗ്രാൻഡ് ചെയ്തെന്ന് മാക്സിമം 5 ഇയേഴ്സാണ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു March 1 മുതൽ നെക്സ്റ്റ് 5 ഇയേഴ്സിന് ശേഷമുള്ളൊരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി 29 വരെ ആയിരിക്കും COS ഗ്രാൻഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ March 1 COS തന്ന ഒരു 2021 അങ്ങനെയുള്ളൊരു സമയത്ത് COS തന്നിട്ടുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്ത് വിസ ഗ്രാൻഡ് ചെയ്ത് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേനും അവിടെ ഒരു 2 മന്ത്സോ 3 മന്ത്സോ മാക്സിമം ലാപ്സായി പോകാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ലാപ്സായി പോകുന്ന സമയത്ത് 59 അല്ലെങ്കിൽ 58 മന്ത്സുകൾ മാത്രമായിരിക്കും നമുക്ക് അവർക്ക് പിന്നെ ILRന് കിട്ടുന്നുണ്ടാവുക. ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് പിന്നെ അവർക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ പിന്നീട് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ. എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർക്ക് പുതിയ COS കിട്ടണം. COS കിട്ടി നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവർ 60 ഡേയ്സ് ക്വാളിഫൈ ആവുമായിരിക്കാം. 60 ഡേയ്സ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ILRലേക്ക് അവർക്ക് വേരി ചെയ്യാനും പറ്റും. ഇതിന് മുമ്പ് എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന സ്കിൽ വർക്കറിന് നമ്മളൊരു ഫീ പേ ചെയ്തിട്ടുണ്ടാവും. ആ ഫീ നമുക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു 59 മന്ത്സേ അല്ലെങ്കിൽ 58 മന്ത്സേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 59 മന്ത് ഉള്ളെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ 60 മന്തിന് ഒരു 28 ഡേയ്സ് മുമ്പ് നമുക്ക് ILR ക്വാളിഫൈ ആവുന്നുണ്ട്. അങ്ങനെ ക്വാളിഫൈ ആവുന്ന സിറ്റുവേഷനിൽ 59 മന്ത്സ് 2 ഡേയ്സിൽ നമ്മൾ ILR എലിജിബിൾ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ 58 മന്ത്സ് മാത്രമുള്ള ഒരാൾക്ക് നമ്മളൊരു എക്സ്റ്റൻഷൻ വേണ്ടി വരും. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ വിസ ആപ്ലിക്കേഷൻ ആണോ കൊടുക്കുന്നത്, അതായത് COS പുതിയത് നമ്മൾ? തീർച്ചയായിട്ടും ഐഡിയലി പറയുകയാണെങ്കിൽ പുതിയ COS കിട്ടി നമ്മളൊരു എക്സ്റ്റൻഷൻ ഇടുവാണ് ഐഡിയലി ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ബ്രിഡ്ജിങ് ആപ്ലിക്കേഷൻ പോലെ ആൾക്കാർ ചെയ്യുന്ന FLR ഇടാം. FLR ഇട്ടാലും ഹോം ഓഫീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ILRൻ്റെ സമയത്ത് അതിൽ എന്തെങ്കിലും കൺസേൺ റേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും നമ്മൾ എംപ്ലോയറുടെ അടുത്ത് സംസാരിക്കുക, ആ 2 മന്ത്സ് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ COS കിട്ടുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. ബയോമെട്രിക് ഡിലേ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ILR ക്വാളിഫൈ ചെയ്യുന്ന പീരീഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് വേരി ചെയ്ത് കഴിഞ്ഞാൽ ILR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അടച്ച ഫണ്ടുകൾ ഫുൾ നമുക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യും. പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 28 ഡേയ്സ് മുമ്പ് തന്നെ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് 60 ഡേയ്സിൽ 60 മന്ത്സിൽ 59 മന്ത് 2 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. തീർച്ചയായും. ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ഒരു മാസം, അതായത് 58 മന്തോ 57 മന്ത്സോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ്റ്റൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു റിന്യൂവലിന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതെ. അപ്പോൾ എനിക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒത്തിരി പേര് ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ട് വരെ വിസ കിട്ടിയവരുണ്ട്, വിസ അപ്രൂവൽ കിട്ടിയവരുണ്ട്. അങ്ങനെയുള്ളവരുടെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? കോവിഡ് എക്സംഷൻ്റെ പീരീഡിൽ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്നാണോ വിസ ഗ്രാൻഡ് ചെയ്ത് അന്ന് മുതലാണ് 5 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോവിഡിനൊരു എക്സംഷൻ തന്നിരുന്നു. ജൂൺ 10, 2021 അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് മുതലാണ് 5 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർക്ക് മിക്കവാറും കോവിഡിൻ്റെ ആ സമയത്ത് ലോക്ക്ഡൗൺ കാരണം 8 മന്ത്സും 9 മന്ത്സും കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ആ ഡേറ്റ് മുതൽ
അവർ ILRന് എലിജിബിളാണ് 5 ഇയേഴ്സ് കഴിയുമ്പോൾ. കോവിഡ് എക്സംഷൻ എന്ന് വരെ ഉള്ളത് 30th June 2021 വരെ, അതായത് അതിന് മുമ്പ് അപ്ലൈ ചെയ്തിരുന്നത്. ഓക്കെ, കൂൾ. അതിനുശേഷമുള്ളവർ എന്നാണോ നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് ആ വെച്ചിട്ടാണ് ഡേറ്റ് മുതലാണ് അത്. ഓക്കെ, കൂൾ, താങ്ക് യു. പിന്നെ പൊതുവെ കേട്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മൾ ഒരു വിസ റൂട്ടിലാണ് ഉള്ളത്, പക്ഷേ വേറൊരു വിസ റൂട്ടിലോട്ട് മാറിയ ഒരാൾ, അയാളുടെ ഒരു കേസ് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് വിസ റൂട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ IT വിസ റൂട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് ഞാൻ കെയർ വിസയിലേക്കോ അല്ലെങ്കിൽ നേഴ്സസിൻ്റെ വിസയിലേക്കോ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കേസിൽ എങ്ങനെയാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റും? ഈ എല്ലാ വിസ കാറ്റഗറിയിലും സ്കിൽ വർക്കറിൻ്റെ റെജിമിൽ വരുന്ന വിസ ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പീരീഡിലും ആദ്യം മുതലുള്ള എന്നാണോ ഗ്രാൻഡ് ചെയ്ത് അന്ന് മുതൽ 5 ഇയർ കാൽക്കുലേറ്റ് ചെയ്യും. അത് അതിനുശേഷം ഇപ്പം നമ്മളെ എംപ്ലോയർ സ്വിച്ചിങ് വന്നാലോ അല്ലെങ്കിൽ ജോബ് മാറിയാലോ സ്കിൽ വർക്കറിൻ്റെ അണ്ടറിൽ തന്നെ ആയതുകൊണ്ട് അത് 60 months, അത് 5 ഇയേഴ്സിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡിൽ ആ പീരീഡും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അല്ലെ, ഞാൻ കെയർ വിസയിൽ 4 വർഷം വർക്ക് ചെയ്തു. ലാസ്റ്റ് 1 ഇയറിൽ എനിക്ക് ഒരു സയൻസ് വിസയിലിട്ട് ഞാൻ മാറി. അത് സ്കിൽഡ് വർക്കറിൻ്റെ വിസയുടെ അണ്ടറിൽ വരുന്നതാണ്. ആ ഒരു കേസസിൽ എനിക്ക് 1 ഇയർ സയൻസ് വിസയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിസയിലോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പഴയ 4 ഇയർ പ്ലസ് ദിസ് 1 ഇയറും കൂടെ ചേർത്തിട്ട് നമുക്ക് 5 ഇയർ ആക്കി അപ്ലൈ ചെയ്യാൻ പറ്റും. അതെ, അത് കറക്റ്റാണ്. 4 ഇയേഴ്സും 5 ഇയേഴ്സും 1 ഇയറും കൂട്ടിയിട്ട് നമുക്ക് 5 ഇയർ കംപ്ലീറ്റ് ചെയ്ത് ILRന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് അതൊരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു കെയർ വിസയിലേക്കോ മെയിൻ അപ്ലിക്കൻ്റ് ആയിട്ട് പിന്നീട് മാറുമ്പോൾ അത് ക്ലോക്ക് റീസെറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ഒരാളാണ്, നമ്മൾ പുതിയൊരു വിസയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ക്ലോക്ക് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അതേസമയം ഒരു സ്കിൽഡ് വർക്കർ അയാൾ ഏത് വിസ റൂട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് ടോട്ടൽ 5 ഇയർ എലിജിബിലിറ്റി നോക്കിയാൽ തീർച്ചയായിട്ടും. വളരെ വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു സംഭവമാണ് കുട്ടികളുടെ കാര്യത്തിൽ. കുഞ്ഞുങ്ങളും സാധാരണ നമ്മളെപ്പോലെ തന്നെ 180 days UK താമസിക്കേണ്ട കാര്യമുണ്ടോ? ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ വരെ ഉണ്ട്. കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കും വളരുന്നത്, ചിലപ്പോൾ ഇവിടെ ജനിച്ചവരുണ്ടാവും, നാട്ടിൽ ജനിച്ചവരുണ്ടാവും, പക്ഷേ എവറി 6 months അവർ പോകുന്നുണ്ട്, അവരെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? എങ്ങനെയായിരിക്കും നമുക്ക് കുട്ടികളുടെ ഒരു എലിജിബിലിറ്റി, അവർക്ക് ടോട്ടൽ 5 ഇയറിൽ അവർക്ക് ഇവിടുത്തെ ആബ്സെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ അല്ലെങ്കിൽ ILR കിട്ടാതിരിക്കുമോ? അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് 4-5 വയസ്സായതിനു ശേഷം കൊണ്ടുവന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു കണ്ടിന്യൂസ് സ്റ്റേ ആയിരിക്കുമോ നല്ലത്? എന്താണ് അതിൻ്റെ ലീഗൽ സൈഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഈ അണ്ടർ 18 ഡിപ്പെൻഡൻസ്, സ്കിൽ വർക്കറിലുള്ള ഡിപ്പെൻഡൻസിന് അവർക്കൊരു ആബ്സെൻസിന് ഒരു പ്രോബ്ലം ഇല്ല. കാരണം കൊച്ചുങ്ങളുടെ ആബ്സെൻസ് കൊച്ചുങ്ങളുടെ ഒരു ഡിസിഷൻ കാരണമല്ലാത്തത് കൊണ്ട് ആ ആബ്സെൻസ് ഹോം ഓഫീസ് ഡിസ്റിഗാർഡ് ചെയ്ത് തരും. കാരണം അവരിപ്പം കുറേ ആബ്സെൻ്റ് ആയാലും അത് ഈ അഡൽട്സിനെ പോലെ 180 days സ്ട്രിക്റ്റ് റൂൾ അവർക്ക് അപ്ലിക്കബിൾ അല്ല. ഹൗവർ നമ്മൾ ഈ അവസാനം ILR സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈസ് UK-ലെയാണ് നമ്മുടെ ടൈസ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒത്തിരി ആബ്സെൻസ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഇവരെങ്ങനെ ബ്രിട്ടീഷ് സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ഐഡിയലി പറയുന്നത് ഒരു 180 സ്റ്റിക്ക് ചെയ്യാതെ നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസമൊക്കെ ആബ്സെൻസ് കൂടുതലാണെങ്കിലും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അവരെ കുട്ടികളുടെ ആബ്സെൻസിനെ ഹോം ഓഫീസ് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യത്തുമില്ല. പക്ഷേ ഒത്തിരി ആബ്സെൻസ് ആവാതിരിക്കുന്നതാണ് നല്ലത്, അവരുടെ ടൈസ് UK-ലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി. വൈകാരിക വന്ന് ഓട്ടിസത്തിൻ്റെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ബൈലിംഗൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കാരണം ഇംഗ്ലീഷും മലയാളം മിക്സായി വന്നിട്ട് അവർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ്, ടോക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. പലരും നാട്ടിൽ കൊണ്ടുപോയി പാരൻസിൻ്റെ ഒപ്പം നിർത്തുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോബ്ലം ഇല്ല, നമ്മൾ അഡ്രസ്സ് ചെയ്തത്. പക്ഷേ ഒരു 2 ഇയേഴ്സോ 3 ഇയേഴ്സോ കണ്ടിന്യൂസ് ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്, നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് ചിലപ്പം നെഗറ്റീവ്ലി. ടൈ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ILR സെറ്റിൽമെൻ്റ് ആണല്ലോ. ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻ എന്താ, നമ്മൾ സെറ്റിൽമെൻറ്റ് എന്തുകൊണ്ടാണ് തരുന്നത്? ഇവിടെ പെർമനൻ്റ് ആയിട്ട് റിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അതിന് ഒരു പെർമനൻ്റ് നമ്മളിവിടെ റിസൈഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ILR തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ILR ഡിസ്ക്രിപ്ഷനും കൂടിയാണ് ഹോം ഓഫീസിൻ്റെ. ആ ഒരു സിറ്റുവേഷനിൽ ഒരു റൈറ്റ് അല്ലല്ലോ നമ്മുടെ. അവർ മാക്സിമം നമ്മളിപ്പം ടൈസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ടൈസ്, പാരൻസ് ഇവിടെ ആയിരിക്കും, എന്തായാലും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ടൈ, നമ്മളിവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ, കൊച്ചുങ്ങളാണെങ്കിൽ അവർക്ക് എന്തായാലും ആ ബ്രിട്ടീഷ് കൾച്ചറായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെ ടൈസ് ഓട്ടോമാറ്റിക്കലി പ്രൂവ്ഡ് ആണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ആബ്സെൻ്റ് ആവാതെ ഇപ്പോൾ 2-3 ഇയേഴ്സ് നിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 1 ഇയർ ഒക്കെ നോ പ്രോബ്ലം. പറയാം. ഇപ്പോൾ എനിക്ക് 2 പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ILR ഞാൻ അപ്ലൈ ചെയ്യുന്നു, എൻ്റെ വൈഫിന് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിള്ളേർക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക,
ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ അടുത്ത ഇനി അപ്ലൈ ചെയ്യുന്നില്ല, അതായത് 4-5 വർഷം കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ഞാൻ കുറച്ച് ആൾ കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പിള്ളേരുള്ള ഒത്തിരി മലയാളികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ILR അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഇപ്പം 10-15,000 പൗണ്ടോളം പോകും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ 2 പാരൻസ് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഡിപ്പെൻഡൻ്റ് ആക്കി കുഞ്ഞുങ്ങളെ നിർത്തുന്നതിൻ്റെ പോസിബിലിറ്റി എന്താ? ഇപ്പോൾ ഓട്ടോമാറ്റിക്കായാലും പാരൻസ് ILR അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഹോം ഓഫീസ് ചോദിച്ചു തുടങ്ങി, നിങ്ങൾ ഡിപ്പെൻഡൻസ്, നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ പല കേസുകളും നമ്മൾ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. കാരണം നമ്മൾ കോസ്റ്റ് ഇപ്പം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമ്മുടെ മിക്കവാറും ആൾക്കാർ ഹെൽത്ത് ആൻഡ് കെയറിലായിരിക്കും. അവരുടെ എക്സ്റ്റൻഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 324 പൗണ്ട് ആയിരിക്കും മാക്സിമം വരുന്നുണ്ടാവുക. അത് കമ്പയർ ചെയ്ത് ILRൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3,226 ആണ് വരുന്നത്. 10 ടൈംസ് വരും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഗ്രാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് എന്നിട്ട് എക്സ്റ്റൻഷനിൽ നിർത്തിയാൽ മതി. ഒരിക്കൽ കൺവീനിയൻ്റ് ആയി ഒരു ഫിനാൻഷ്യലി സെക്യൂർ ആവുന്ന സമയത്ത് ILR ചെയ്താൽ മതി. ഐഡിയലി ഓവർ സ്റ്റേ ആയാലും കൊച്ചുങ്ങളുടെ കേസിൽ വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ ഐഡിയലി ഓവർ സ്റ്റേ ആവാതിരിക്കുകയാണ് നല്ലത്. ഇൻ കേസ് ഒരു എമർജൻസിക്ക് നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഒത്തിരി കാശിൻ്റെ സേവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇവൻ ഒത്തിരി പേര് വീട് പോലും വാങ്ങുന്ന പരിപാടികൾ ഡ്രോപ്പ് ചെയ്തിട്ട് പിള്ളേർക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഇപ്പോൾ 7 ഇയർ റൂട്ട് ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം അതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? അത് നിലവിലുണ്ടോ? ഇപ്പോഴും നിലവിലുണ്ട്. ഇത് UK ബോൺ ചെയ്തൊരു കൊച്ച് 7 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർക്ക് ILR അപ്ലൈ ചെയ്യാം. അത് നേരെ മറിച്ച് ഒരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ 7 ഇയേഴ്സ് ആയി നിന്ന്, അതായത് നാട്ടിൽ ജനിച്ച് ഇവിടെ വന്ന് 7 ഇയേഴ്സ് ആയി കഴിയുമ്പം അവർക്ക് ഫർദർ ലീവ് ടു റിമെയിൻ അപ്ലൈ ചെയ്യാം. ആ ഫർദർ ലീവ് ടു റിമെയിൻ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് നേരെ ILR അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നേരെ 7 ഇയേഴ്സ് കഴിഞ്ഞ് ILR കിട്ടുന്ന ഇവിടെ ജനിച്ച കൊച്ചുങ്ങൾക്ക് മാത്രമായിരിക്കും. ILR കുഞ്ഞുങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിന് വീസ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പാരൻസ് വീസയിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 7 ഇയേഴ്സ് ഇവിടെ UK നിന്നൊരു കൊച്ചിന് അവർക്ക് ഒരു റൈറ്റ് ഉണ്ട് ഫർദർ ലീവ് ടു റിമെയിൻ അപ്ലൈ ചെയ്യാനുള്ള പ്രൈവറ്റ് ലൈഫിൻ്റെ പേരിൽ. ഈ എന്തായാലും പാരൻസ് ഇല്ലാതെ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ പാരൻസിനും കൂടി അവർ FLR സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അവർ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യും. 10 ഇയർ സ്റ്റേ ലീഗൽ സ്റ്റേ അഡൾട്ട്സിൻ്റെ എനിക്ക് തോന്നുന്നത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, അത് ഇപ്പോഴും ഉണ്ട്. ലോങ് റെസിഡൻസി ILR ഇപ്പോഴും ഉണ്ട്. പക്ഷെ പുതിയ പ്രൊപ്പോസലിൽ ആ ലോങ് റെസിഡൻസി ILR ചിലപ്പോൾ ലെങ്ത് കൂട്ടുന്നുള്ള ഒരു പ്രൊപ്പോസൽ അത് തീരുമാനിച്ചിട്ടില്ല, ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ 10 ഇയേഴ്സ് ഇപ്പം നമ്മൾ എനിക്കൊന്ന് 2016 വന്ന് സ്റ്റുഡൻസായി വരുന്നവർക്ക് അവർ PhD എടുത്ത് PSW കഴിഞ്ഞ് പിന്നെ ഒരു കെയർ വിസയിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ വർക്കറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. ആ 10 ഇയേഴ്സിൽ അവർക്ക് ലോങ് റെസിഡൻസി ILR അപ്ലൈ ചെയ്യും. ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാന്നുണ്ട്. അപ്പോൾ ആ റൂളിന് നിലവിലൊരു മാറ്റമില്ല. നമ്മുടെ ILR വൈറ്റ് പേപ്പറിന് കൂടത്തിലുള്ള ഒരു പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ILR വൈറ്റ് പേപ്പർ എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത് അതിന്റെ കൂടെ തന്നെ ആയിരിക്കും. അതെ, അത് മാത്രമല്ല ഇത് ഡിസൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം ഇത് മാറ്റർ ചെയ്യുന്ന ജസ്റ്റ് ഇവിടെ മൈഗ്രൻറ്റിനെ മാത്രമേ ആയിരിക്കില്ല, മിക്കവാറും ബ്രിട്ടീഷ് ആൾക്കാരുടെ ബ്രിട്ടീഷ് സിറ്റിസൺസെയോ അല്ലെ ILR വന്ന ആൾക്കാരുടെയോ പല റിലേറ്റീവ്സിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് റൂളായിട്ട് കൊണ്ടുവരുമോ എന്നുള്ളത്. കാരണം അത് ആർട്ടിക്കിൾ 8 അത് ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റും കൂടിയല്ലേ. അതൊക്കെ ശരിക്കും ഒത്തിരി സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് അത് ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പം ബോധേടാവേണ്ട ഒരു കാര്യം. അതെ, പ്രപ്പോസൽ ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. മിനിസ്ട്രി തന്നെ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അതെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ റിലീസ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കിർഷാമറ ആണോന്നുള്ള അറിയത്തില്ല. അപ്പോൾ ഈ 180 ഡേയ്സിന്റെ റൂള് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് അതെനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നമുക്ക് ഏതൊക്കെ സ്റ്റേജിലാണ് നമുക്ക് 180 ഡേയ്സിന് കൂടുതൽ പുറത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ? ഇനി യാതൊരു പ്രോബ്ലം ഇല്ല ഒരു സ്കിൽ വർക്കിലുള്ള ആൾ. പക്ഷേ അദ്ദേഹം ഒരു ILR സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 180 ഡേയ്സ് ആബ്സെൻസ് ഹോം ഓഫീസ് ഹൈലൈറ്റ് ചെയ്ത് വരികയും ചെയ്യും. അത് ചില കേസുകളിൽ മാൻഡേറ്ററി റിഫ്യൂസലും ആണ്. നമുക്ക് എക്സംഷൻസ് ഉള്ളത് ഇപ്പം നാട്ടിൽ ആരുടെയും ബെറോയ്മെൻറ്റ്, മരണം സംബന്ധിച്ച്, നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ വാർ, ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ നാട്ടിൽ പെട്ടുപോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൽനെസ്, സിക്നെസ്, ഇങ്ങനെ ഒരു കാര്യങ്ങളിലൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ നമുക്ക് 180ക്ക് മുകളിൽ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അത് അവർ ഡിസ്റിഗാർഡ് ചെയ്ത് തരും ഹോം ഓഫീസ്. പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ എവിഡൻസ് വെക്കണം. പക്ഷേ എല്ലാ ആൾക്കാർക്കുള്ളൊരു മെറ്റേണിറ്റി ലീവിന് പോയി കഴിഞ്ഞാൽ അവിടെ 180ക്ക് മുകളിൽ നിൽക്കാൻ പറ്റുമെന്ന് ഹോം ഓഫീസിൻ്റെ പോളിസി ഗൈഡൻസിൽ തന്നെ പറയുന്നുണ്ട്. മെറ്റേണിറ്റി ലീവ് ഈ 180യുടെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ. മെറ്റേണിറ്റിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു എക്സെപ്ഷൻസ് ഇല്ല. അതായത് മെറ്റേണിറ്റി പോലുള്ള ഒരു സിക്ക്, ഇപ്പം നോർമൽ സിക്ക് ആണെങ്കിൽ ഇപ്പം ഞാനൊരു എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് ഞാൻ നാട്ടിലാണെങ്കിൽ എനിക്ക് അതിന്റെ എവിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ മതി അല്ലേ? അത് മതി. പിന്നെ സാധാരണ ആൾക്കാർ മെറ്റേണിറ്റി റിലേറ്റഡ് ഇൽനെസ്സും കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കാണിക്കുന്നത്. പക്ഷേ ഹോം ഓഫീസ് അങ്ങനെയുള്ള കേസുകളിൽ
അവർ പറയും ഇത് മെറ്റേണിറ്റി റിലേറ്റഡ് ഇൽനെസ് ആണ്, അത് 180 തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. പിന്നെ അത് ഫൈനലി അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, നമ്മുടെ ബാക്കി എല്ലാ സാഹചര്യങ്ങളും നോക്കും, അത് കഴിഞ്ഞിട്ടാണ് അവർ ഗ്രാൻഡ് ചെയ്യുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റ് ക്രൈസിസോ അല്ലെങ്കിൽ ഇപ്പം കോവിഡ് ക്രൈസിസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ 180 ഡേയ്സിന് പുറത്ത് നമ്മൾ ഓവർ സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമുക്ക് അതിന് എക്സംഷൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ട്രൈ ചെയ്തതിനുള്ള എവിഡൻസ് കാണിക്കുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസലേഷൻ്റെ എവിഡൻസ് വെക്കുക, നമ്മൾ ഇൽനെസ് ആണെങ്കിൽ അതിൻ്റെ ഇൽനെസ് വെക്കുക, ഇപ്പം മരണം എന്തെങ്കിലും സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ ആ മരണത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ വെക്കുക, ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ 180 ഡേയ്സിന് മുകളിൽ ആബ്സെൻസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നാട്ടിൽ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ അതുമായിട്ട് തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാരെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിപ്പെൻഡൻസ്, അവർ 5-6 മാസത്തിലൊരിക്കലും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ കൺട്രിയിലായിരിക്കും, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കണ്ടിന്യൂസ് ട്രാവലിന് നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഹോം ഓഫീസ് പറയുന്നുണ്ടോ? നമ്മൾ വർക്ക് റിലേറ്റഡ് ഈ അപ്പൻഡിക്സ് FM റൂൾ ഉണ്ട്. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെയോ ILRകാരുടെയോ ഡിപ്പെൻഡൻസിൻ്റെ ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആബ്സെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ഔട്ട്സൈഡ് വർക്ക് റിലേറ്റഡ് ആബ്സെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആബ്സെൻസ് ആണെങ്കിൽ എക്സംഷൻ തരാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് സ്കിൽ വർക്കേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ ഇതുവരെയായിട്ട് അങ്ങനെ ഹോം ഓഫീസ് ഒരു രീതിയിലും ആബ്സെൻസ് വരുന്നത് ഡിസ്റിഗാർഡ് ചെയ്തിട്ടില്ല. അവർ ആ പീരീഡ് കഴിഞ്ഞ് വീണ്ടും 5 കൊല്ലം കംപ്ലീറ്റ് ആയാൽ മാത്രമേ ILR കിട്ടുന്നത് കണ്ടിട്ടുള്ളൂ. ആബ്സെൻസിന്റെ എത്രയാണോ ഡേയ്സ് അത് നമ്മൾ കവർ ചെയ്താൽ മതി പിന്നീട്, അല്ലേ? അല്ലല്ല, അത് കവർ ചെയ്താൽ പോരാ, പിന്നെ അവിടുന്ന് 5 കൊല്ലത്തേക്ക് ക്ലോക്ക് റീസെറ്റ് ചെയ്യും. അതായത് നമ്മൾ 180 ഡേയ്സിന് മുകളിലുള്ള ആബ്സെൻസിന് നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് ക്ലോക്ക് റീസെറ്റ് ആവും, 5 കൊല്ലം നിൽക്കണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരികയാണ് ഏറ്റവും സേഫ്. അത് കഴിഞ്ഞ് 6 മാസം ഇവിടെ നിൽക്കുക, പിന്നീട് പോവുക. പക്ഷെ അത് അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത്. അതെ, അപ്പം ഈ പറഞ്ഞ പോലെ അത് ഏതാ ലാഭം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചെയ്യാതെ അങ്ങനെ ബിസിനസ് ഉള്ള ആൾക്കാരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക. പിന്നെ എന്തെങ്കിലും ഇവിടെ സെറ്റിൽ ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ സ്റ്റേ ചെയ്താൽ മതി. ഈ ആബ്സെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള വിസ റിഫ്യൂസലാണ് സാർ കൂടുതൽ കണ്ടിട്ടുള്ളത്? ആബ്സെൻസസ് മെയിനായിട്ട് ഈ മെറ്റേണിറ്റിക്ക് ആൾക്കാർ നാട്ടിൽ പോയി നിന്ന് തിരിച്ചു വരുന്ന, അത് അവർക്ക് അറിയില്ല. മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്ന മെറ്റേണിറ്റി ഇതിൽ കവർ ചെയ്യുന്നതാണ്, അഡീഷണൽ ആബ്സെൻസ് വരുന്ന എക്സംഷനിലാണ് എന്നുള്ള രീതിയിലാണ് പലരും നാട്ടിൽ പോയി, എസ്പെഷ്യലി NHS ഒക്കെ 1 കൊല്ലം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് മിക്കവാറും ഇത് അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നത്. പിന്നീട് അവർ ഈ 5 years കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ILRന് എലിജിബിൾ ആവുള്ളൂ. ശരിക്കും അവിടെ ക്ലോക്ക് റീസെറ്റ് ആവും, അല്ലേ? നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതെ. വേറെന്തെങ്കിലും ടൈപ്പിലുള്ള പൊതുവെ കണ്ടുവരാറുണ്ടോ? ഇതാണ് മെറ്റേണിറ്റിയാണ് മെയിനായിട്ട് റിലേറ്റ്. പിന്നെ അപ്പനെ അമ്മേനെയൊക്കെ നോക്കാനായിട്ട് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് യാതൊരു എക്സംഷൻസും ഇല്ല. പക്ഷേ നമ്മളത് ഒരു ബ്രിങ് ചെയ്ത പോലെ ഇരിക്കും. അത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു കൺസേൺ ഉള്ളവർ മെയിൻലി ലോയേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കുക തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അവർക്ക് അവിടെ ചിലപ്പം അപ്പനും അമ്മയും തമ്മിലുള്ള അവിടെ നോക്കുന്നതിന് പകരം അവരുടെ ഇൽനെസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ എക്സംഷൻസ് കിട്ടിയേക്കാം. അതൊക്കെ ഒരു ലോയറിനെ അന്നേരം കണ്ട്, ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെ കണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെന്റിനെ കുറിച്ചിട്ടാണ്. കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറിന്റെ വിസ ലൈസൻസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ടോ? ഇപ്പോൾ ഹോം ഓഫീസ് റിവോക്കേഷൻ ലെറ്റർ എംപ്ലോയീസിന് അയക്കുന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ അവരിവിടെ 5 വർഷം സ്റ്റേ ചെയ്യുകയാണല്ലോ, അവർക്ക് ILRന് അപ്ലൈ ചെയ്യാൻ പറ്റും? അവർക്ക് ഇതിപ്പോൾ 2 കേസുകളാണ്. ഒന്ന് സ്പോൺസർഷിപ്പ് സസ്പെൻഡ് ചെയ്യാം, ഒന്ന് റിവോക്ക് ചെയ്യാം. സസ്പെൻഡ് ചെയ്ത മാറ്ററിൽ അവർക്ക് ILR സബ്മിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞ് എംപ്ലോയർ റിക്കവർ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ILR ഇവിടെ ഹോൾഡ് ചെയ്യും, ആപ്ലിക്കേഷൻ അവിടെ ഹോൾഡ് ചെയ്യും. അതിനുശേഷം ഹോം ഓഫീസ് ഇവിടെ എംപ്ലോയറുടെ ലൈസൻസ് തിരിച്ച് സസ്പെൻഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഗ്രാൻഡ് ചെയ്യും. അതായത് നേരെ മറിച്ച് റിവോക്കേഷൻ ആണെങ്കിൽ എംപ്ലോയർക്ക് അൺഫോർച്ചുനേറ്റ്ലി എംപ്ലോയിക്ക് നോ അതർ ഓപ്ഷൻ ആണ്. അപ്പോൾ ഒന്നുകിൽ അവർ പുതിയ വിസയിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർ രാജ്യം വിട്ട് പുറത്തു പോയിട്ട് അതെ, ഏറ്റവും ഐഡിയലി അവർ നേരെ ഏതെങ്കിലും അടുത്ത എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എംപ്ലോയർ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ലാസ്റ്റ് 6 months അല്ലെങ്കിൽ ലാസ്റ്റ് 3 months നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്താലും മതിയായിരിക്കും, അല്ലേ? ഇല്ല, വേണ്ട. നമ്മൾ ലാസ്റ്റ് 1 month പേ സ്ലിപ്പ് മാത്രം കാണിച്ചാൽ മതി. എന്നിട്ട് ആ ഒരു എംപ്ലോയറുടെ ലെറ്ററും കൂടി മതി. നമ്മുടെ ഫോർസിയബിൾ ഫ്യൂച്ചറിൽ ഈ എംപ്ലോയിനെ നമുക്ക് വേണം. അതായത് ഒരു മാൻഡേറ്ററി ആയിട്ട് എംപ്ലോയിന് ലൈഫ് ലോങ് വേണമെന്നല്ല, നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വേണം. ഈ എംപ്ലോയി കുറച്ചു കാലമെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുള്ളൊരു ലെറ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാറാൻ പറ്റും. എനിക്കറിയാവുന്ന ഒരാൾക്ക് ശരിക്കും 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ റിവോക്ക് ആയിപ്പോയി വിസ. സ്പോൺസർഷിപ്പ് കമ്പനി എനിക്ക് തോന്നുന്നത് വൈൻഡപ്പും ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർക്ക് ലെറ്റർ വന്നിട്ടില്ല, അവർ UK അപ്പോൾ അവർ ഇപ്പം 20 hours ഒക്കെ ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിട്ട് 3 വർഷമായി അവർ.
അപ്പോൾ ഇനി 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എവിടെയെങ്കിലും ഒരു എംപ്ലോയർ വിത്തിൻ 2 ഇയറിൽ എവിടെയെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൽ ആ പറഞ്ഞ ആൾക്കാരെ ഈ 20 അവേഴ്സ് പോലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ കൺസേൺ എംപ്ലോയിക്ക് അതൊരു കോസ്റ്റ് പെനാൽറ്റി സിവിൽ എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം മെയിൻ എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്താൽ മാത്രമേ 20 അവേഴ്സ് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിൻ എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യാത്തടത്തോളം കാലം അവർക്ക് ഈ 20 അവേഴ്സും വർക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഡിപ്പെൻഡൻറ്റിനും വർക്ക് ചെയ്യും, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സ്പോൺസർഷിപ്പ് റിവോക്കായ ഒരു കാൻഡിഡേറ്റ് അവിടെ എന്തായാലും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ആ സിറ്റുവേഷനിൽ അവർ അഡീഷണൽ 20 അവേഴ്സ് വേറൊരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ റൂള് അഡീഷണൽ 20 അവേഴ്സ് വർക്ക് ചെയ്യുന്ന റൂള് പറയുന്നത് മെയിൻ എംപ്ലോയറുടെ അടുത്ത് ഫുൾ ടൈം COSൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് 4 അവേഴ്സ് വർക്ക് ചെയ്താൽ മാത്രമേ 20 അവേഴ്സ് പാർട്ട് ടൈം ആയിട്ട് അത് എംപ്ലോയീസിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം ഇമിഗ്രേഷൻ ലോ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്കും ഭാവിയിലൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നേരെ മറിച്ച് ഡിപ്പെൻഡൻസിന് അതൊരു പ്രോബ്ലം അല്ല. അങ്ങനെ ഇപ്പോൾ 20 അവർ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യാണ്, അങ്ങനത്തെ ഒരു കേസസിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത, എന്ത് പ്രശ്നങ്ങൾ? അല്ല, അടുത്ത അപ്ലിക്കേഷൻ ഇടുമ്പോൾ ഇത് ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഹോം ഓഫീസ്. കാരണം ആ 20 അവേഴ്സ് വർക്ക് ചെയ്യാൻ അവർ എലിജിബിളേ അല്ല, ലീഗലി എലിജിബിൾ അല്ല. ഡിപ്പെൻഡന്റ് വർക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു എംപ്ലോയി 59 മാസം നമ്മളൊരു തുടക്കത്തിലൊരു 10 മാസവും ലാസ്റ്റിലത്തെ ഒരു 3 മാസമോ അല്ലെങ്കിൽ 1 മാസമോ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 13 ബാക്കി ഒരു 40-45 മാസത്തോളം ഇവർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും? അല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്തടത്തോളം കാലം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹോം ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു നമുക്ക് വിസ, എംപ്ലോയറുടെ അടുത്ത് വിസ ഇല്ലെങ്കിൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യങ്ങൾ. ഹോം ഓഫീസ് നമ്മൾ ഇൻഫോം ചെയ്യാത്തടത്തോളം കാലം നമ്മളവിടെ നിൽക്കാം. നമ്മൾ ലാസ്റ്റ് ഒരു ഈ പറഞ്ഞ പോലെ 10 months മുമ്പാണ് നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം, പുതിയ എംപ്ലോയറുടെ അടുത്ത് ചെയ്യാം. ലാസ്റ്റ് 1 month പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം കാണിച്ച് എംപ്ലോയറുടെ ഒരു ലെറ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ അവർ ILR എലിജിബിൾ ആണ്. സാലറി ത്രെഷോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. പല ആളുകളും വിസ റിന്യൂ ചെയ്ത സമയത്ത് 12.7, 12.65 അങ്ങനെയുള്ള എമൗണ്ടിലാണ് അവർക്ക് റിന്യൂ ചെയ്തത്. അവരിൽ പലരും ഇപ്പോൾ ILRന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയിട്ടുണ്ട്. പക്ഷേ ILRന് ലാസ്റ്റ് വന്ന സാലറി അപ്ഡേറ്റിന് അനുസരിച്ചിട്ടുള്ള സാലറി അവർക്ക് ഇല്ലതാണ്. അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർ പറയുന്ന £12.82. ഇപ്പം ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലാണ് £12.82 മതി ഇപ്പം വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ. അത് തന്നെയാണ് അവരുടെ ILRന് ഇപ്പം സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രോബ്ലം ഇല്ല, അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നേരെ മറിച്ച് അതൊരു ഫോർ എക്സാമ്പിൾ ഒരു ഷെഫിനാണെങ്കിൽ, ഷെഫിൻ്റെ ഇപ്പോഴത്തെ ഗോയിങ് റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ് 41,700 ആണ്. ഇത് മീറ്റ് ചെയ്യാതെ അവർക്ക് ILR കിട്ടില്ല. പക്ഷെ അവർക്ക് 2021 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഷെഫിന് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണെങ്കിൽ 31,300 മതി സാലറി. പക്ഷേ ILR സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 41,700 സാലറി. അപ്പോൾ സെയിം കേസസ് തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആവില്ലേ ഈ നഴ്സസിൻ്റെ? അല്ലെ സോറി, കെയർ വർക്കേഴ്സിന്? കെയറേഴ്സിനുള്ള ആ ഒരു ഹെൽത്ത് ആൻഡ് കെയറിൽ ഷോർട്ടേജ് ഒക്യുപ്പേഷനിലായതുകൊണ്ട് അവർക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന സാലറി 25,000 ആണ്. ആ 25,000 37.5 അവേഴ്സിന് വരുമ്പോൾ 12.82 തന്നെയാണ് കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് 12.82 അല്ല 12.70 അങ്ങനെ എന്തെങ്കിലും ഉള്ളെങ്കിലോ? അല്ല, 12.70 ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ലാസ്റ്റ് ഇയറിൽ എക്സ്റ്റൻഷൻ വന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിന് മുമ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്കോ ആണ് £12.71 ഇപ്പോഴത്തെ നാഷണൽ മിനിമം വേജ് കൊടുക്കുന്നത്. പക്ഷെ അവരിപ്പോൾ ILR മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് 12.82 മിനിമം കിട്ടിയിരിക്കണം. ലീഗലി അവർക്ക് ഈ പറഞ്ഞ എമൗണ്ട് അവർക്ക് സാലറി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലേ? അല്ലാത്തൊരു കേസസിൽ കിട്ടുന്നതിന് റിഫ്യൂസലിനുള്ള സാധ്യത തീർച്ചയായിട്ടും റിഫ്യൂസലാണ്. അവർക്ക് ഇനി നെക്സ്റ്റ് റിന്യൂവൽ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് അവർക്ക് പുതിയ സാലറിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവർ എംപ്ലോയറുമായിട്ട് സംസാരിച്ചിട്ട് സാലറി കൂട്ടുന്നതിന് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഈ 12.82 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണല്ലോ നോക്കുന്നത്. 37.5 പകരം അവർക്ക് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി സാലറി അവർ എക്സ്ട്രാ അവേഴ്സ് എല്ലാം ചെയ്തിട്ട് ഇത് കവറപ്പ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതല്ല, പെർ അവറിന് £12.82 ആണ് പറയുന്നത്. പെർ അവറിന്റെ കാൽക്കുലേഷൻ ആണ്, അല്ലാണ്ട് അവേഴ്സ് മിനിമം 37.5 അവേഴ്സ് വേണം താനും. ഇപ്പോൾ 40 അവേഴ്സാണ് ചെയ്യുന്നത്, നമ്മൾ ഈ 25,000 ആയിരിക്കില്ല, അത് നേരെ മറിച്ച് ഒരു 27,000 പോകുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ലീഗലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ, ആ ഒരു കേസസിൽ പോലും ലീഗലി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് എംപ്ലോയറുടെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വേണമല്ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് എംപ്ലോയർ ആ ലെറ്റർ നമുക്ക് റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പേ സ്ലിപ്പ് റെഫ്യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം? പേ സ്ലിപ്പൊക്കെ ലീഗൽ മാൻഡേറ്ററി ആണ്. അത് സ്പോൺസർഷിപ്പ് കംപ്ലയൻസിന് മാത്രമല്ല, ഈവൻ എംപ്ലോയ്മെന്റ് ലോ അനുസരിച്ചാണെങ്കിലും നമ്മൾ പേ സ്ലിപ്പ് കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്.
ഇവൻ പേ സ്ലിപ്പ് കൊടുക്കാത്ത ഒരു കേസിൽ HMRCന്ന് റിയൽ ടൈം ഇൻഫർമേഷൻ ഇവർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എംപ്ലോയിക്ക് അത് അവരെത്രയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് കാണിച്ച് നമുക്ക് നമ്മുടേതായ റെക്കോർഡിൽ കിട്ടുമല്ലോ, അത് കൊടുക്കാം. പക്ഷെ പേ സ്ലിപ്പ് ഇല്ലാത്ത എന്തുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് ഹോം ഓഫീസ് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എംപ്ലോയർ തരാതിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർക്കെതിരായിട്ട് കംപ്ലയൻസ് ആക്ഷനും എടുക്കാം ഹോം ഓഫീസിന്. കാരണം അതൊരു ലീഗൽ മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ്. ഒരു എംപ്ലോയിക്ക് എപ്പോഴും കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തത് ഈ ലെറ്ററിൽ എപ്പോഴും അവർ മെൻഷൻ ചെയ്തേണ്ടത് നമ്മൾ ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക്, അതായത് ഭാവിയിലേക്കും ഈ ആൾക്കാരെ നമുക്ക് വേണമെന്നുള്ളൊരു ലെറ്ററും അതിൽ എത്രയാണ് ഇപ്പോഴത്തെ സാലറി എന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്താണ് ജോബ് എന്നും കൂടി മെൻഷൻ ചെയ്തിരിക്കേണ്ട ഒരു ലെറ്റർ കൊടുക്കണം. അത് ലെറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ILR കിട്ടില്ല. കാരണം അത് മസ്റ്റ് ഹാവ് ടു പ്രൊവൈഡ് എന്ന് ഓൾറെഡി പറയുന്ന ഒരു ലെറ്ററാണത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് എംപ്ലോയർക്ക് വേണമെങ്കിൽ തരാതിരിക്കാം. അതെ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ അവരുടെ ജോലിക്ക് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ലെറ്റർ വേണമെങ്കിൽ തരാതിരിക്കാം. പക്ഷെ പേ സ്ലിപ്പിന്റെ കാര്യത്തിൽ മാൻഡേറ്ററി ആണ്. നമുക്കത് തന്നിട്ടില്ലെങ്കിൽ ലീഗലി ആക്ഷൻ എടുക്കാൻ പറ്റും അല്ലേ. ഡിപ്പെൻഡന്റിന്റെ ഒരു കേസസ് എടുത്തു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റിന് ഇൻകം എന്തെങ്കിലും ഒരു മാൻഡേറ്ററിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ റീസെന്റ് ഇപ്പോൾ ഷബാന മുഹമ്മദ് പറഞ്ഞ കേസസിൽ ഏൺഡ് സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കേസസിൽ ഇപ്പോൾ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ഡിപ്പെൻഡന്റ്, അപ്പോൾ അയാൾ എങ്ങനെയാണ് ഇപ്പോൾ കറന്റ്ലി ഹോം ഓഫീസ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ഹോം ഓഫീസ് ഉദ്ദേശിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻഡന്റ് വർക്ക് ചെയ്തില്ലെങ്കിലും അവർ 5 years കഴിഞ്ഞാൽ ILR, ബാക്കി എല്ലാ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയാണെങ്കിൽ ILR ഗ്രാൻഡ് ചെയ്യും. പക്ഷേ കറന്റ് പ്രൊപ്പോസൽ ഷബാന മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്ന പ്രൊപ്പോസലിൽ മിനിമം 12,570 ഏൺ ചെയ്താൽ മാത്രമേ 10 year എങ്കിലും അവർക്ക് നിന്ന് ILR കിട്ടും. അല്ല നേരെ മറിച്ച് അവർ 50,270 ആണ് ഏൺ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5 year കൊണ്ട് ILR കിട്ടും. അതിപ്പം പ്രൊപ്പോസൽ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതെ, അതെന്തായാലും സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് ഡിപ്പെൻഡന്റ് വർക്ക് ചെയ്യണം എന്നൊരു നിയമമോ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനിയുള്ള ഒരു ഏരിയയാണ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് ആക്ച്വലി, ഗുഡ് ക്യാരക്ടർ ആൻഡ് സ്യൂട്ടബിലിറ്റി. പ്രത്യേകിച്ച് നമുക്ക് ഡ്രൈവിംഗ് ക്യാമറ, പിന്നെ ഡ്രൈവിംഗ് പോയിന്റ്സ്, ക്രിമിനൽ റെക്കോർഡ്സ്, സിവിൽ കേസസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോം ഓഫീസ് പറയുന്ന ഡെഫിനിഷൻ ഓഫ് ഗുഡ് ക്യാരക്ടർ അതെനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ഗുഡ് ക്യാരക്ടർ നമ്മൾ 2 റിജീമിലാണ് അവർ കാണുന്നത്. ഒന്ന് ബ്രിട്ടീഷിൻ്റെ ഡിപ്പെൻഡൻസിന് വരുന്ന ഒരു അപ്പൻഡിക്സ് FM റൂളിൽ വരുന്ന ഗുഡ് ക്യാരക്ടറും സ്കിൽ വർക്കറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഗുഡ് ക്യാരക്ടറും രണ്ടാണ്. ഞാൻ സ്കിൽ വർക്കറിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതാണല്ലോ നമ്മുടെ മെയിൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാക്സിമം ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതായിരിക്കും. 1 year അതിന് മുകളിലോ ഉള്ള ഒരു ക്രിമിനൽ കൺവിക്ഷന് അത് 100% റിഫ്യൂസലും ഡിപ്പോർട്ടേഷനും ആയിരിക്കും. 12 months താഴെയുള്ള എല്ലാ കൺവിക്ഷൻസിനും അവർക്ക് ഹോം ഓഫീസിന് ഡിസ്ക്രിഷനാണ് നമ്മൾ റെഫ്യൂസ് ചെയ്യണോ തിരിച്ച് സെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ. കാരണം അത് അവർ ബാക്കി സർക്കംസ്റ്റൻസ്, അത് നമ്മളെ ഡിപ്പോർട്ട് ചെയ്യുന്ന കൊച്ചുങ്ങളെ എഫക്റ്റ് ചെയ്യുമോ, നമ്മുടെ പാർട്ട്ണറിനെ എഫക്റ്റ് ചെയ്യുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെയുള്ള ഒത്തിരി നമ്മൾ പെർസിസ്റ്റൻസ് ഒഫൻഡർ എന്ന് പറയും, കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ഒഫൻസുകൾ 3 അതിലധികമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോം ഓഫീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് റെഫ്യൂസ് ചെയ്യാൻ. പിന്നെ മെയിൻലി ചോദിച്ചിരിക്കുന്ന ട്രാഫിക് ഒഫൻസിൻ്റെ മാറ്റേഴ്സിലാണ്. ട്രാഫിക് ഒഫൻസ് വന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്ന ഒരു സിറ്റുവേഷനിൽ അത് 2 years നമുക്ക് ILR അപ്ലൈ ചെയ്യാൻ ബാൻ ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു എക്സ്റ്റൻഷൻ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ഹോം ഓഫീസ് ഒരു പരിധി വരെ ആ സ്ട്രിക്റ്റ് റൂള് അതിൽ അപ്ലിക്കബിൾ അല്ല, അവർ ഗ്രാൻഡ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ILR അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ 2 years സ്പെൻഡ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ILR സബ്മിറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി വരും. ക്രിമിനൽ കേസസ് എടുത്തു കഴിഞ്ഞാൽ 1 year കൂടുതലുള്ള ക്രിമിനൽ കേസസ് ആണെന്നുണ്ടെങ്കിൽ ഹോം ഓഫീസ് നമ്മൾ റെഫ്യൂസ് ചെയ്യാം. മാൻഡേറ്ററി മസ്റ്റ് ഔട്ട് റിഫ്യൂസ് എന്നാണ് പറയുന്നത്. മസ്റ്റ് ആയിട്ട് റെഫ്യൂസ് ചെയ്യും. 1 താഴെയാണെന്നുണ്ടെങ്കിൽ അവർ കൺസിഡറേഷൻ അവരുടെ ഹോം ഓഫീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അത്. ബാക്കി എല്ലാ സർക്കംസ്റ്റൻസും സാഹചര്യങ്ങളും അവർ നോക്കും. ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പുള്ള ഒഫൻസ് ആണെങ്കിൽ അവർ ഒരു പരിധി വരെ അവർ കണ്ണടയ്ക്കും. നേരെ മറിച്ച് കൊച്ചുങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുള്ള കേസുകളാണെങ്കിലും അവർ ചിലപ്പം ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഫേവറായിട്ട്, അതായത് ക്ലയൻസിൻ്റെ ഫേവറിൽ നമുക്ക് ചിലപ്പോൾ തന്നെന്ന് വരാം. എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ക്രിമിനൽ കേസസ്? ക്രിമിനൽ കേസസ് ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് കാരണം ഉണ്ടാകുന്ന പാർട്ട്ണറെ തല്ലിയ ബഹളങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പലരും മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള പലരും കാണുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നിസ്സാര കാര്യത്തിന് അടികൂടിയിട്ട് അവരവസാനം എന്നെ പല കോളുകളും വരാറുണ്ട്, രാത്രി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പിന്നീട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ആകുമ്പോൾ പ്രോസിക്യൂഷൻ പ്രൊസീഡ് ചെയ്ത് പോവാറില്ല. ഈവൻ പ്രോസിക്യൂഷൻ എടുത്ത് ചാർജ് ചെയ്ത് ശിക്ഷിച്ചൊരു മാറ്ററിൽ ഇങ്ങനെയുള്ള മാറ്ററിൽ ശിക്ഷിക്കാനും ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് എവിഡൻസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം
അങ്ങനെ ശിക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് 12 ഇയേഴ്സിന് മുകളിലാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ 12 monthsന് മുകളിലാണ് എന്തായാലും റെഫ്യൂസലേ വരുള്ളൂ. രണ്ടുപേര് തമ്മിലുള്ള വഴക്ക് അത് പോലീസ് കേസായി നമ്മളെ ജസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൂടുതൽ പ്രൊസീഡിങ്സിലോട്ട് പോയിട്ടില്ലെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. മറ്റു പ്രശ്നം ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു പ്രശ്നവും. നമ്മളപ്പോൾ ആ കേസുമായിട്ട് മുമ്പോട്ട് പോയി. പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്ത സിറ്റുവേഷൻ നമ്മൾ അപ്ലിക്കേഷനിലൊന്ന് പറയണം. അത് നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യണം അല്ലേ? അതെ. ഓക്കെ. ഡൊമസ്റ്റിക് വയലൻസ് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് അല്ലേ? അതെ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ILR ബന്ധപ്പെട്ട് അത് അഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള പല ഡൊമസ്റ്റിക് വയലൻസും ആദ്യത്തെ 1-2 ദിവസത്തെ പ്രോബ്ലമേ ഉള്ളൂ. ഒരു 10 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും വഴി ചെയ്യാൻ പറ്റുമോ. ഞാൻ പറയും, ഞാൻ ക്രിമിനൽ ഡിഫൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് വിടുവാണ് പലപ്പോഴും. അവർ തന്നെ അത് പറഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പം കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഒന്നിച്ച് ജീവിച്ച് പോകുന്നുണ്ട്. ആ കേസുകളിലൊക്കെ ഹോം ഓഫീസ് അപ്ലിക്കൻസിന് ഫേവറായിട്ടേ നിൽക്കത്തു. ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പം ചില കേസസിൽ നമുക്ക് എക്സ്ട്രീം കേസസിൽ ഇത് മുമ്പോട്ട് പോകും. അവർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ, ഡിവോഴ്സിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പോയി അത് കേസസ് അത് 1 yearന് മുകളിൽ പോകാറുണ്ടോ ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം? ഇല്ല, അങ്ങനെയുള്ള കേസിൽ മലയാളികളുടെ ഇടയിൽ അത്ര കേട്ടിട്ടില്ല. വല്ല ഈ മർഡറൊക്കെ വന്ന ആ ഒരു ടെലിഫോണിലുണ്ടായിരുന്നല്ലേ മർഡർ, ആ കേസുകൾ മാത്രമേ അങ്ങനെ ഹാർഷായിട്ട് കണ്ടിട്ടുള്ളൂ. അത് എന്തായാലും ആ ഒരു കേസുകളിൽ അവരൊക്കെ മാൻഡേറ്ററി ഡിപ്പോർട്ടേഷൻ വരും ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്കൊന്ന് മലയാളികളുടെ ഇടയിൽ അങ്ങനെ വലിയ ഭയങ്കരമായ പ്രശ്നങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നല്ലേ? ഒരു ആക്സിഡന്റ് പിന്നെ ഇതുപോലെ 1-2 മർഡർ സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു കേസും ചെറുതല്ല. പക്ഷേ നമ്മൾ ഈ ഉള്ള കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്പേഴ്സ് കുറവാണ് അല്ലേ? അത് ഒരു വലിയൊരു നല്ല കാര്യമാണ് അത് ആക്ച്വലി. പിന്നെ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും കേസസ് ഉണ്ടോ? ഡ്രഗ് കേസ് അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുന്ന പേരുടെ ഒത്തിരി പേരുടെ ഇടയിൽ ഉള്ളൊരു സംഭവങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും പിടിച്ച കേസൊക്കെ അറിയാമോ? ഇപ്പം പോലീസ് ചാർജ് ചെയ്യുന്നതാണേലും അവർക്ക് ഭയങ്കര എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചാർജ് ചെയ്യുള്ളൂ. അവർ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് ഇവർക്ക് സക്സസ് ആവുള്ളൂ എന്നറിയാം. ആ ഒരു കേസുകളിൽ ഞാൻ പലരും മലയാളി കമ്മ്യൂണിറ്റിയിൽ കുറവാണ്, മെയിനായിട്ടുള്ള പല കമ്മ്യൂണിറ്റികളിലും ഈ ഡ്രഗ്സ് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈവൻ 1 yearന് മുകളിൽ കിടക്കുന്ന കേസുകളുണ്ട്. അവർക്ക് മാൻഡേറ്ററി ഡിപ്പോർട്ടേഷൻ വരാറുണ്ട്. എസ്പെഷ്യലി മലയാളികളുടെ ഇടയിൽ അത് വളരെ കുറവാണ് സത്യം പറഞ്ഞു. മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട് നമുക്ക് വളരെ കുറവാണ്. തീർച്ചയായിട്ടും. നമുക്ക് അതുപോലെ തന്നെ മലയാളികൾക്ക് ശരിക്കും ഒരു ഗ്രേ ഏരിയ ഉള്ള ഏരിയയാണ് ഡ്രൈവിംഗ് ഒഫൻസസ്. എനിക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഡ്രൈവിംഗ് ഒഫൻസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മലയാളികൾ പലരും ഈ 1 year റൂള് നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇവിടെ ചെയ്യാമെന്നുള്ളൊരു റൂള് വെച്ച് അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അത് കഴിഞ്ഞാലും അവർ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് തന്നെ പ്രൊസീഡ് ചെയ്യും. ഇവിടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസോ പ്രൊവിഷണലോ എടുക്കാനുള്ള ചാൻസസ് അവർ നോക്കാറില്ല. ആ ഇതിൽ 12 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വരും. പിന്നെ വേറൊന്ന്, മലയാളികൾ പലരും പല കേസുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഡ്രൈവിംഗ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല, ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. ടാക്സ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാശ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇൻഷുറൻസ് അടയ്ക്കാത്ത ഒത്തിരി കേസുകൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പം, ഞാൻ എല്ലാ മലയാളികളും നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഈ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വരും. 2 കൊല്ലം ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ILR എലിജിബിൾ ആകുന്ന സമയമാണെങ്കിൽ ആ 2 കൊല്ലം സ്പെൻഡ് പീരീഡ് കഴിയാണ്ട് അവർക്ക് ILR അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഡ്രൈവിംഗിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പെൻഡ് പീരീഡ് നമ്മൾ കവർ ചെയ്യണം അല്ലേ? കവർ ചെയ്യണം. അതെ. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്? അതായത് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. സ്പീഡിങ്ങിന് പ്രോബ്ലം ഇല്ല. സ്പീഡിങ്ങിന് മിക്കവാറും പെനാൽറ്റി വന്ന് പോവുകയുള്ളൂ. അത് 12 പെനാൽറ്റി അത്രയും സ്പീഡിങ് എല്ലാ സമയം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടേക്കാം. പക്ഷേ ഒരു തവണയൊക്കെ 1-2 തവണ പോയിന്റ് പോയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒതുങ്ങും. അപ്പോൾ നമുക്ക് 6 point ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ 12 pointന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പെൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years ആണ്. അതിപ്പം മിക്കവാറും മജിസ്ട്രേറ്റ് എത്ര കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്, നമ്മളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് 2 years മുതൽ താഴോട്ടേക്ക് ചിലപ്പം 18 months വരെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും കൊടുക്കുക. ആ ഡിസ്ക്വാളിഫിക്കേഷൻ കഴിയുന്നവരെ നമുക്ക് ILR അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഓക്കെ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് നമ്മൾ വലിയ വള്ളി പിടിക്കാതിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറയണേ, എന്നാണ് ഒഫൻസ് നടന്നത് അത് മുതൽ 2 years ആ പർട്ടിക്കുലർ ഡേ മുതൽ 2 years നമുക്ക് കവർ ചെയ്ത് കൊടുക്കേണ്ടി വരും ILRന്റെ ടോട്ടൽ ആപ്ലിക്കേഷനിൽ. അതായത് ക്ലോക്ക് റീസെറ്റ് ആവില്ല, പക്ഷേ നമ്മൾ 2 year കൂടെ കവർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിപ്പം സ്പീഡിങ്, റെഡ് ലൈറ്റ്, ഇതെല്ലാം അതായത് പെർസിസ്റ്റന്റ് ഒഫൻഡർ എന്ന് പറയും. നമ്മളൊരു 3-4 അതിന് മുകളിലേക്കൊക്കെ പോയി കഴിയുമ്പം
പെർസിസ്റ്റൻ്റ് ഒഫൻഡറിൽ കൂട്ടിക്കഴിഞ്ഞാലും നമുക്കിത് ILRന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് ILRായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരെ സംസാരിച്ചല്ലോ, ഇന്റർനാഷണൽ ലൈസൻസുമായിട്ട് വന്നു, അത് എക്സ്പയർ ആയി ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരാൾ, അയാളുടെ ഒരു സെറ്റപ്പ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് പുള്ളിക്കാരൻ നോ ഇൻഷുറൻസിലാണല്ലോ ടെക്നിക്കലി വണ്ടി ഓടിക്കുന്നത് അല്ലേ? ഇൻഷുറൻസ് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അതിനെക്കുറിച്ച് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതും മേജർ ഒരു ഒഫൻസ് ആയിട്ട് തന്നെ അവർ കൂട്ടത്തുള്ളൂ. അത് ഇമ്മീഡിയറ്റ് ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് ഉള്ളത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, അതിൻ്റെ കൂടെ ഇൻഷുറൻസ് ഇല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും. ഞാൻ മെയിൻലി ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു ക്രിമിനൽ ഡിഫൻസ് ലോയേഴ്സിനായിരിക്കും. കാരണം പല ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്റേഴ്സും പറയുന്നത് നമുക്കൊരു ആർഗ്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ഇല്ല. കാരണം അവർക്ക് എവിഡൻസ് ഉണ്ട്, ലൈസൻസ് ഇല്ല, അവർ ഇൻഷുറൻസ് ഇല്ല. ഈ 2 എവിഡൻസും മോർ ദാൻ ഇനഫ് ആണ് അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ കിട്ടുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള വള്ളിയൊക്കെ കയറി പിടിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വണ്ടി ഓടിച്ചില്ല എന്നുള്ളൂ. പാർക്കിംഗ് ടിക്കറ്റ് അതുപോലെ തന്നെ ഇപ്പം ടണൽ പാസിങ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള ടിക്കറ്റ്, പിന്നെ അത് ഡിഫോൾട്ട് ആവുക, പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളെങ്ങനെയാണ് ഡ്രൈവിങ് ILRായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ വരിക? പാർക്കിംഗ് ടിക്കറ്റ് ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസിൽ വരുന്ന പാർക്കിംഗ് ടിക്കറ്റുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർ നേരെ മറിച്ചത് കോടതിയിൽ പോയി CCJ ആയി വന്നു കഴിയുമ്പം CCJ നമ്മൾ പേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ILRനെ ബാധിക്കും. അത് പേ ചെയ്യാതെ നമുക്ക് ILR അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കൺട്രി കോർട്ട് ജഡ്ജ്മെൻറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ ഒരു 60 പൗണ്ടിന് വേണ്ടി പ്രൈവറ്റ് കമ്പനികൾ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ ഞാൻ അടയ്ക്കേണ്ടെന്നല്ല പറയുന്നത്. നമ്മളങ്ങനെ പാർക്കിംഗ് ചെയ്യാതിരിക്കുക, ലോ മാക്സിമം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ മാക്സിമം കംപ്ലൈ ചെയ്ത് പോവുക. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും അത് സ്ട്രൈറ്റ് അവേ ILRനെ ബാധിക്കില്ല. നേരെ മറിച്ച് ആ കമ്പനി കൺട്രി കോർട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് നമുക്കെതിരായിട്ട് ഓർഡർ വന്നാൽ എന്നിട്ടും ആ കോസ്റ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം കോടതിയിൽ എന്ത് രീതിയിലാണ് നമ്മുടെ റിജക്ഷൻ വരുമോ? റിജക്ഷൻ വരും, റിഫ്യൂസൽ വരും, ഗുഡ് ക്യാരക്ടറിൽ വരും. അത് കാരണം കൺട്രി കോർട്ട് ജഡ്ജ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതല്ലേ, അല്ലാതെ പ്രൈവറ്റ് അത് നോക്കുന്ന ഹോം ഓഫീസ് നോക്കുന്ന പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് അല്ല. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഓർഡറിൽ നമ്മൾ കംപ്ലൈ ചെയ്തില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരും. നേരെ മറിച്ചത് CCJ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുക. മാക്സിമം ഒരു 100-200 പൗണ്ടായിരിക്കും കൂടുതൽ വരിക. അത് അടയ്ക്കുക. കാരണം ഇത് ILR എന്ന് പറഞ്ഞാൽ ലൈഫാണല്ലോ, അതിന് സെക്യൂർ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. പ്രൈവറ്റ് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ILRനെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് അടയ്ക്കാതിരിക്കേണ്ട. അതിനകത്ത് വേറൊരു വള്ളി വരുന്നുണ്ട്. പ്രൈവറ്റ് പാർക്കിംഗ് ടിക്കറ്റ് നിങ്ങൾ ILRനെ ബാധിക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അത് ഓർത്തോളുക. വേറൊരു സംഭവമാണ് ഡിവോഴ്സസ്. എനിക്ക് തോന്നുന്നു ഒത്തിരി കേസസ് ഇപ്പം UK മലയാളികളുടെ ഇടയിൽ കണ്ടുവരുന്നു. എങ്ങനെയാണ് ഡിവോഴ്സസിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? അവർക്ക് ILRലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് പാർട്ട്ണർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അയാൾ UK കണ്ടിന്യൂ ചെയ്യണോ, പുറത്ത് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ഈ സ്കിൽ വർക്കർ കേസ് കാറ്റഗറിയിൽ ഒരു ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മെയിൻ സ്പോൺസർ ആരായോ ആ എംപ്ലോയി എന്തായാലും ഡെഫിനറ്റ്ലി ഹോം ഓഫീസിന് റിപ്പോർട്ട് ചെയ്യും അവരുടെ വിസ ക്യാൻസൽ ചെയ്യാൻ. ഹോം ഓഫീസിന് റിപ്പോർട്ട് ചെയ്താൽ 2-3 months കൊണ്ട് അവർക്ക് കർട്ടൈൽമെൻറ്റ് വരും, 60 days നോട്ടീസ് വരും. പിന്നീട് ഒരു സിറ്റുവേഷനിൽ അവരൊരു പുതിയൊരു വിസ എടുത്ത് സ്വിച്ച് ചെയ്യുകയോ മാറുകയോ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു സെപ്പറേഷൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്താൽ ചില കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പാർട്ട്നേഴ്സ് മെയിൻ അപ്ലിക്കൻ്റ് ആയിട്ടുള്ള ഹൗസ് പറയും നമുക്ക് എന്തായാലും ഇത് സെപ്പറേറ്റ്, ആ പുള്ളിക്ക് ILR കിട്ടിക്കോട്ടെ, നമ്മൾ സെപ്പറേറ്റഡ് ആണ് പക്ഷേ ഹോം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കേസിൽ അപ്പോൾ ശരിക്കും ഒറിജിനൽ വിസ ഹോൾഡർ അപ്പോൾ അയാൾ തെറ്റല്ലേ ചെയ്യുന്നത് ഹോം ഓഫീസിന് മുമ്പിൽ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സായി, അത് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലീഗൽ സൈഡ് എന്താ? ലീഗൽ സൈഡിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം അവരൊരു ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് റീജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹസ്ബൻഡ് വേറൊരു അഡ്രസ്സിലാണ് താമസിച്ചിട്ട് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നുള്ള കൺസെൻറ്റ് ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്ലീഡിങ് ആണ്. ഈവൻ ഇപ്പോൾ ഈ മിസ്ലീഡിങ്ങിൻ്റെ കേസ് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ പോലെ PSWയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ PSW എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും 2 അഡ്രസ്സിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് ഇവർ PSW റെഫ്യൂസ് ചെയ്തു. ശരിക്കും അയാൾ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് വേറൊരു അഡ്രസ്സിൽ താമസിച്ചത്. അങ്ങനത്തെ കേസസിലൊക്കെ ഇവർക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. ഇപ്പം മെജോറിറ്റി സ്കിൽ വർക്കേഴ്സിൽ ഹസ്ബൻഡും വൈഫും രണ്ട് സ്ഥലത്തായിരിക്കും മിക്കവാറും. 2 പേർക്കും വർക്ക് ചെയ്യണം.
വർക്ക് ചെയ്യുന്ന രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് സിറ്റികളിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, ഇവർ റിലേഷൻഷിപ്പിലാണ്, വീക്കെൻഡോ അല്ലെങ്കിൽ നമ്മുടെ ലീവ് കിട്ടുന്ന സമയത്ത് ഇവർ ഒന്നിച്ച് കാണാറുണ്ട്, ഡ്യൂറബിൾ റിലേഷൻഷിപ്പാണ്, ഈ സെപ്പറേഷൻ ഓൺലി ബിക്കോസ് ഓഫ് ദ വർക്ക് റിലേറ്റഡ്, അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വിസ കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വിസ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേ ഇതെല്ലാം സേഫ് അഡ്രസ് ചെയ്യാം. അതെ, അഡ്രസ് ചെയ്ത് പോകാന്നുള്ളതാണ് അല്ലേ. അതെ. അപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു ഗ്രേ ഏരിയ ആയിട്ടുള്ള സംഭവമാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻ. എനിക്ക് അറിയേണ്ടത് നമ്മുടെ എന്നാണ് നമുക്ക് ILRന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഏർലിയസ്റ്റ് ഡേറ്റ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരും. ഏർലിയസ്റ്റ് ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നാണോ വിസ ഗ്രാൻഡ് ചെയ്ത് ആ ഡേറ്റിൽ നിന്ന് 5 കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് പുറകോട്ടേക്ക് 28 ഡേയ്സ് എടുക്കുക. അതായത് നമുക്ക് 59 മന്ത്സും 2 ഡേയ്സും കഴിയുമ്പോൾ നമുക്ക് ILRന് എലിജിബിൾ ആവും, നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് അവേ സബ്മിറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തൊരു ടൂളില്ലേ? ടൂൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ സാധാരണ ആ 5 ഇയേഴ്സ് എക്സാക്ട്ലി 5 ഇയേഴ്സ് കൂട്ട് എന്നിട്ട് ബാക്കിലേക്ക് 28 ഡേയ്സ് കുറയ്ക്കുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും അതിന്റെ ടൂളിന്റെ ആവശ്യമില്ല, നമുക്ക് മെന്റൽ കാൽക്കുലേഷൻ പോലും ചെയ്യാവുന്ന. അതേ ഉള്ളൂ. ഈ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ ആപ്ലിക്കേഷൻ ഇട്ട് 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് അവർക്ക് വിസ ഗ്രാൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കേസസിൽ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ആപ്ലിക്കേഷൻ ഗ്രാൻറ്റ് ചെയ്ത ദിവസം മുതലാണ് നമ്മൾ 5 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കോവിഡ് എക്സംഷൻ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ 2021 ജൂൺ 30ക്ക് മുമ്പിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് എന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ആ ഡേറ്റ് മുതലാണ് 5 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അന്നൊക്കെയുള്ള ആൾക്കാർക്ക് മിക്കവാറും 8 or 9 മന്ത്സിന് ശേഷമായിരിക്കും വിസ ഗ്രാൻഡ് ചെയ്ത്, അന്നേരം അവർക്ക് ആ പീരീഡ് എക്സെപ്റ്റ് ചെയ്ത് കിട്ടും. അത് നമ്മൾ ആപ്ലിക്കേഷൻ എന്നാണ് സബ്മിറ്റ് ചെയ്തതെന്നുള്ള എവിഡൻസ് ഹോം ഓഫീസിന് പ്രൊവൈഡ് ചെയ്താൽ മതി. നമുക്ക് ILR അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ്, അതെനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശരിക്കും പറഞ്ഞാൽ ILRന് നമുക്ക് അത്ര വലിയ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ വേണ്ടത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ നമുക്ക് വേണ്ടത് ലേറ്റസ്റ്റ് പേ സ്ലിപ്സ്, ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ആ പേ പീരീഡിലെ ആ പേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള എവിഡൻസ് കാണിക്കാൻ സെയിം ആ പേ സ്ലിപ്പിന് കോറിലേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും, പിന്നെ എംപ്ലോയർ ലെറ്ററും. ആ എംപ്ലോയർ ലെറ്റർ ഫോർസിയബിൾ ഫ്യൂച്ചർ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ള എംപ്ലോയർ ലെറ്ററും അതിൻ്റെ ആബ്സെൻസ് പറഞ്ഞുകൊണ്ടുള്ള നമ്മൾ എന്നൊക്കെ ആബ്സെൻസ് ആയി അത് ഓതറൈസിങ് ആബ്സെൻസ് ആണെന്ന് എംപ്ലോയർ പറഞ്ഞിട്ടുള്ളൊരു ലെറ്ററും ഉണ്ടെങ്കിൽ ILRന്. പിന്നെ ലൈഫ് ഇൻ ദ UK, ലൈഫ് ഇൻ ദ UK ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ILR സ്കിൽ വർക്കറിൽ നിന്ന് പോകുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല, അവർ ഓൾറെഡി അത് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡിപ്പെൻഡൻറ്റിൻ്റെ ILR ആപ്ലിക്കേഷൻ വേണ്ടുന്ന എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്? നമുക്ക് ഡിപ്പെൻഡൻ്റ് ILRന് മെയിനായിട്ട് അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അവസാനം ഒരു കൺസെൻറ്റ് ഫോം ഉണ്ട്, അതിന് ഈ മെയിൻ അപ്ലിക്കൻ്റായുള്ള സ്പൗസ് സൈൻ ചെയ്യുന്നൊരു കൺസെൻറ്റ് ഫോം വേണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പാസ്സാവണം, ലൈഫ് ഇൻ ദ UK പാസ്സാവണം. ഇത്രയും ഡോക്യുമെൻ്റ് മതി. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും അവർ തമ്മിൽ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നുള്ള പ്രൂഫ് ഓഫ് അഡ്രസ്സും കൂടി കൊടുത്താൽ. നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി നമുക്ക് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ? നമ്മൾ ഐഡിയലി പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്ത് ഡീറ്റെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഹോം ഓഫീസിൻ്റെ റെക്കോർഡ്സിൽ നമ്മൾ കിട്ടും. സബ്ജക്റ്റ് ആക്സസ് റിപ്പോർട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ ബേസിക് ഡോക്യുമെൻറ്റ്സ് അല്ല എൻഹാൻസ്ഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി ഫുൾ അതിൽ കാണിക്കും. പക്ഷെ നമ്മളത് കിട്ടാൻ 1 മന്ത് മിനിമം, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതായത് 2 മന്ത്സ് വരെ പോകുന്നുണ്ട്. അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മൾ പോയ ദിവസങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കാം. പിന്നെ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ അവരുടെ ടിക്കറ്റുകൾ നോക്കുക, പാസ്പോർട്ടിൻ്റെ സ്റ്റാമ്പുകൾ നോക്കുക, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആസ് മച്ച് ആസ് അത് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കുക. ഹോം ഓഫീസിൻ്റെ കയ്യിൽ ആ എല്ലാ ഡാറ്റേഴ്സും ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ മിസ്മാച്ച് ആവാതിരിക്കാൻ നോക്കുക. പിന്നെ അത്രയും സംശയമുള്ളവർ സബ്ജക്റ്റ് ആക്സസ് ഹോം ഓഫീസിൽ നിന്ന് എടുക്കുക, എല്ലാ ഡാറ്റാസും കിട്ടും. UK പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്ക്രീനിങ് പരിപാടികളൊന്നും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ട്രാവൽ എങ്ങനെ ചെയ്ത് പോകല്ലേ. അത് അപ്പോൾ അത് റെക്കോർഡ് പോലും അവരുടെ കയ്യിലുണ്ടാകും. അത് ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റിംഗ് അസോസിയേഷനായിട്ട് ഹോം ഓഫീസ് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്, അവർക്ക് ആ ഡാറ്റാസ് ഡയറക്റ്റ് കിട്ടും. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് ആക്സസ് എടുക്കുമ്പോൾ അറിയും. അവിടെ ഞാനും ഇത് തന്നെയാണ് പണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നില്ലല്ലോ, വെറുതെ പോകും. പക്ഷേ സബ്ജക്റ്റ് ആക്സസ് ഓരോ ആൾക്കാരുടെ എടുത്ത് കഴിയുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും ഇന്ന ദിവസം ഇയാൾ ട്രാവൽ ചെയ്തു എന്നുള്ളത്. ILRന്റെ എലിജിബിലിറ്റിയിൽ നമ്മൾ ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ വേറൊരു സംശയം, നമ്മൾ ഹോളിഡേയ്സ് പോകാറുണ്ടല്ലോ, ഹോളിഡേയ്സ് പോകുമ്പോൾ നമുക്ക് എങ്ങനെ എല്ലാ ഹോളിഡേയ്സ് ട്രിപ്പും നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അതായത് 24 hours ഉള്ള ആബ്സെൻസ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം നമ്മൾ മോർണിംഗിൽ ഇറ്റലിക്ക് പോയി, നാളെ വൈകിട്ട് ഈവനിങ് 11:50 നമ്മൾ തിരിച്ച് UK ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആബ്സെൻസ് വരുന്നില്ല.
നേരെ മറിച്ച് മറ്റന്നാളാണ് നമ്മളത് വരുന്നതെങ്കിൽ നമ്മൾ 1 ഡേ ആബ്സെൻ്റ് ആയിട്ടാണ് കൂട്ടുക. ഓക്കെ. അപ്പോൾ ഒരു ഇയറിൽ ഒരു റോളിംഗ് കോൺട്രാക്ട് അല്ല, റോളിംഗ് ഇയറിലോ കലണ്ടർ ഇയറിലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും 180ക്ക് കൂടാൻ പാടില്ല. പെർ ഇയറിൽ നമ്മൾ 180 ഡേയ്സ്, അതെ 6 മന്ത് നമ്മൾ ഇവിടെ ഉണ്ടാവണം. അതെ. ഈ എല്ലാ ഹോളിഡേയ്സും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു ടോട്ടൽ ഈ 5 ഇയേഴ്സിൽ ഞാൻ ഒരു 10-15 ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഹോം ഓഫീസിലേക്ക് മെൻഷൻ ചെയ്യേണ്ടി വരും. ILR വേണ്ടി മെൻഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് എക്സ്റ്റൻഷൻ്റെ സമയത്ത് നമുക്ക് 2 വീക്സിന് താഴെയുള്ള ട്രാവൽ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്, 2 ഇയേഴ്സിന് താഴെയുള്ള ഡിക്ലെയർ ചെയ്യാം. ILR അപ്ലൈ ചെയ്യാൻ ഒരാൾക്ക് എത്ര രൂപ ചിലവ് വരും? ILR അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഹോം ഓഫീസിൻ്റെ ഫീസ് 3226 പൗണ്ടാണ് സ്റ്റാൻഡേർഡ്. 6 months ആണ് ടൈം ലൈൻ. ഞാൻ പറയുന്നത് ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒരു പ്രയോറിറ്റിക്കുള്ള അഡീഷണൽ 500 പൗണ്ടും കൂടി പേ ചെയ്ത് പ്രയോറിറ്റി സബ്മിറ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഡിസിഷൻ അറിയാം. ഈ 6 മാസവും നമ്മുടെ തലയുടെ മുകളിലൊരു വാള് പോലെയാണ് ഇത് തൂങ്ങിക്കിടക്കുന്നത്. നമുക്ക് സ്ട്രെസ് ആയിരിക്കും. അത് ഒഴിവാക്കാൻ ഈ 500 പൗണ്ട് എപ്പോഴും പേ ചെയ്തോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നോർമൽ ആപ്ലിക്കേഷൻസ് എനിക്ക് തോന്നുന്നു 6 മാസം എന്നുള്ളത് കറക്റ്റ് 5.5 മാസം 6 മാസം എടുക്കും അല്ലേ? എടുക്കും. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഹോം ഓഫീസ് എടുക്കും. എപ്പോഴേലും ഈ ഈസ്റ്റർ പോലത്തെ ഹോളിഡേയോ ക്രിസ്മസ് പോലത്തെ ഹോളിഡേയോ വന്നു കഴിഞ്ഞാൽ ഹോം ഓഫീസ് ഒന്ന് താളം തെറ്റും. നമുക്ക് ILR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, ട്രാക്കിങ്ങിന് ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് രീതിയിലും പെൻഡിങ് ഉള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഹോം ഓഫീസിനോട് ചോദിച്ചാൽ അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല. എന്ത് റീസൺ കൊണ്ടാണ് ഡിലേ ആവുന്നത് എന്നുള്ള കാര്യം. എല്ലാ ടെക്നിക്കൽ റീസൺ ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫയൽ അസസ് ചെയ്യുകയാണ്, കോംപ്ലക്സ് ഇഷ്യൂ ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് റെസ്പോൺസ് വരുന്നത്. എന്തെങ്കിലും നേരെ മറിച്ച് ടെക്നിക്കൽ ബയോമെട്രിക്കിൻ്റെ എന്തെങ്കിലും ലാക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് അവർ ഇൻഫോം ചെയ്യും. അല്ലാതെ ഒരു മാറ്റേഴ്സ് അവർ ഡിസ്ക്ലോസ് ചെയ്യും. പക്ഷേ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ ഇൻഫർമേഷൻ നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളത് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അവർ ഒരു UKVAയുടെ പോളിസി അനുസരിച്ച് എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നൊരു റൂൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഹോം ഓഫീസ് നമ്മുടെ അടുത്ത് ചോദിക്കണം. പക്ഷെ നേരെ മറിച്ച് ഒരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ് മിസ്സിംഗ് എങ്കിൽ അവർ അത് ആ പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്യത്തില്ല. അല്ലാതെ ഒരിപ്പം ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് താമസിക്കുന്ന എവിഡൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ഒരാളുടെ അഡ്രസ് പ്രൂഫേ കൊടുത്തിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ അത് ഹോം ഓഫീസ് തിരിച്ചു വന്ന് ചോദിക്കാൻ നിങ്ങൾ അതും കൂടി തരാൻ പറയും. പക്ഷേ എംപ്ലോയറുടെ ഒരു ലെറ്റർ കൊടുക്കാത്തതാണ് ഇഷ്യൂ എങ്കിൽ അത് മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് അതിനവർ ആ എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി റൂൾസ് ഇൻവോക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ILR ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രയോറിറ്റിയാണ്, പക്ഷേ എനിക്ക് 1-2 ഫർദർ ഡോക്യുമെന്റ് ഹോം ഓഫീസ് എന്നെ കോൺടാക്ട് ചെയ്യാണ്. ആ ഒരു കേസിൽ നമ്മുടെ പ്രയോറിറ്റി ഉണ്ടാവുമോ അതോ അത് കട്ടായി പോകും? പ്രയോറിറ്റി കട്ടായി പോകും. നമ്മളൊരു ഡോക്യുമെൻ്റ് ഹോം ഓഫീസ് നമ്മളോട് തിരിച്ച് ചോദിച്ചാൽ ഈവൻ ദോ നമ്മൾ പ്രയോറിറ്റി സബ്മിറ്റ് ചെയ്താലും അവർക്ക് ആ പ്രയോറിറ്റി 5 ഡേയ്സിനുള്ളിൽ കൺസിഡർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ പ്രയോറിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവിടുന്ന് കട്ടാവും. അവർ 6 months വരെ അവർക്ക് ചെയ്യാം. പക്ഷെ നോർമലി ഹോം ഓഫീസ് ഈവൻ അങ്ങനെയുള്ള കേസുകൾ 2 or 3 monthsനുള്ളിൽ തന്നെ ഡിസിഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ പ്രയോറിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പേയ്മെൻറ്റ് തിരിച്ചു തരേണ്ട ആവശ്യവുമില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനാണ് അവർ ഡിലേ ആവുന്നത്, എന്ത് ഡോക്യുമെൻ്റാണ് ചോദിച്ചതെന്നുള്ള കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. ILR ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട ഫീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ഇപ്പം ILRൻ്റെ കറണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ 3226 പൗണ്ടാണ്. 6 മാസമാണ് ഇപ്പം ഡിസിഷൻ ടൈം ലൈൻ വരുന്നത്. പ്രയോറിറ്റി 2 സിറ്റുവേഷൻ പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്ന് സൂപ്പർ പ്രയോറിറ്റിയും പ്രയോറിറ്റിയുടെ കോസ്റ്റ് 500 പൗണ്ട്. 5 വർക്കിംഗ് ഡേയ്സിൽ അവർ ഡിസിഷൻ എടുക്കും. സൂപ്പർ പ്രയോറിറ്റിയാണ് 2 വർക്കിംഗ് ഡേയ്സിൽ അവർ ഡിസിഷൻ എടുക്കും. നമ്മൾ ബയോമെട്രിക് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ 500 പൗണ്ടുള്ള പ്രയോറിറ്റി എങ്കിലും ആൾക്കാർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. റീസൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ചെയ്തില്ലെങ്കിൽ ഹോം ഓഫീസ് ഈ മിക്കവാറും 6 മാസം തന്നെ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ 6 മാസം സ്ട്രെസ് ആയിരിക്കും. തലയുടെ മുകളിലൊരു വാള് പോലെ ആയിരിക്കും ഈ ILR ആപ്ലിക്കേഷനെല്ലാം. അതുകൊണ്ട് പ്രയോറിറ്റി ഐഡിയലി പറ്റുമെങ്കിൽ ചെയ്തോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഒത്തിരി മലയാളികൾ വന്നപ്പോൾ മുതൽ ഷെയർഡ് അക്കോമഡേഷനിൽ താമസിക്കുന്നവരുണ്ട്. 4-5 വർഷമായിട്ട് ഷെയർഡ് അക്കോമഡേഷനിൽ താമസിക്കുന്നവരുണ്ട്. ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റും അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ആ ഒരു കേസസിൽ എങ്ങനെയാണ് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്ത് ഹോം ഓഫീസ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? നമുക്ക് ഈ സ്കിൽ വർക്കിൻ്റെ റിലേറ്റഡ് ILRന് അധികം പ്രൂഫ് ഓഫ് എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. നേരെ മറിച്ച് 10 year ILR റൂട്ടിലാണ് പ്രൂഫ് ഓഫ് എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ഷെയർഡ് അക്കോമഡേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നിക്കൽ എന്തെങ്കിലും രീതിയിൽ ബിൽസ് ഉണ്ടാവും. അവർ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി. നേരെ മറിച്ച് സ്കിൽ വർക്കറിൻ്റെ ILRൽ നമുക്ക് എന്തായാലും P60
അവരുടെ അഡ്രസ്സ് തന്നെയായിരിക്കും P60 കൊടുക്കാം. ചില പേ സ്ലിപ്പുകളിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ആ പേ സ്ലിപ്പ് കൊടുത്താലും മോർ ദാൻ ഇനഫാണ്. അവർ സ്കിൽ വർക്കറിൻ്റെ ILRൽ ഡോക്യുമെൻ്റ്, അതായത് അഡ്രസ് പ്രൂഫിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ഡിപ്പെൻഡൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണെങ്കിൽ അവർ ഈ വൈഫിൻ്റെ ഒപ്പമാണോ താമസിക്കുന്നതെന്ന് അറിയാൻ മിനിമം ഒരു 2 ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അതൊന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കൗൺസിൽ ടാക്സോ കാർ ഇൻഷുറൻസോ ഡ്രൈവിംഗ് ലൈസൻസോ ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും കൊടുത്താൽ മതി. അല്ലാതെ ടെനൻസി അഗ്രിമെൻ്റ് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏറ്റവും റീസെൻ്റ്ലി ഉള്ളതാണ് കൊടുക്കേണ്ടത്, അതോ നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ കൊടുക്കണം? റീസെൻ്റ്ലി ഉള്ള കൊടുത്താൽ മതി. പക്ഷേ ഡിപ്പെൻഡൻറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ അവർ ലാസ്റ്റ് 2 ഇയേഴ്സ് നിങ്ങൾ ഒന്നിച്ചാണോ താമസിക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അതാണ് കൺസെപ്റ്റ്. ലാസ്റ്റ് 2 ഇയേഴ്സ് ആ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സിൽ സ്പ്രെഡ് അക്രോസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 2000 ഇപ്പം ILR സബ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 2024 ഒരു ജൂണിലെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കാം, 25 ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാം, 26 ഒരു ചിലപ്പം എന്തെങ്കിലും നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് അല്ല GP ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. GP ലെറ്റർ എല്ലാം നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ താമസിക്കുന്നവർക്കും GP ലെറ്റർ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. GP നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു അധികം GPs ലെറ്റർ അയക്കാറില്ല. എല്ലാം തന്നെ ഒന്നിക്കിൽ അവർ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആ സമയത്ത് ഇഷ്ടംപോലെ ലെറ്റർ വരുമായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് നമുക്ക് DVL ലെറ്റേഴ്സ് ഉണ്ടാവാം. എന്തെങ്കിലും നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഫൈൻ ഉണ്ടാവാം. പക്ഷെ ഫൈൻ ഉണ്ടാകുമ്പോൾ ഒത്തിരി ഫൈൻ വന്നു കഴിഞ്ഞാൽ അത് ഗുഡ് ക്യാരക്ടർ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാരണ അത് ഫൈനുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന ലെറ്റർ നമ്മൾ കൊടുക്കാറില്ല. കാരണം അതൊരു ഗുഡ് ക്യാരക്ടറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ലീഗലി വേണമെങ്കിൽ കൊടുക്കാം. ഒരു വേറെ സംശയം, നമ്മുടെ നാട്ടിലുള്ള പല ആളുകളുടെയും നാട്ടിലെ പേര് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിലെ പേര് പാർട്ട്ണറുമായിട്ടൊന്നും മാച്ച് ചെയ്യാറില്ല. അത് എങ്ങനെയാണ് ഹോം ഓഫീസ് ILRൻ്റെ ഒരു കേസിൽ നോക്കുന്നത്? അതൊരു വലിയ പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ആപ്ലിക്കേഷനിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും പേര് അറിയപ്പെട്ടിട്ടുണ്ടോ? നമ്മളത് എഴുതി പോവുക. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് റീസൺ. ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാ പെൺകുട്ടികളുടെയും പേരിൻ്റെ ഒപ്പം ഹസ്ബൻഡിൻ്റെ പേര് ചേർത്തിട്ടായിരിക്കും പുതിയ പാസ്പോർട്ടൊക്കെ അവർ എടുത്തിട്ടുണ്ടാവുക. കാരണം ആദ്യത്തെ ഇപ്പോൾ കറക്റ്റ് പേരെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള ആ സർനെയിം വെച്ചിട്ടുള്ള പേര് ചെയ്യുക. ബൈ എനി അതർ നെയിംസ് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് പ്രീവിയസ്ലി ആ സർനെയിമിൽ ഹസ്ബൻഡിൻ്റെ സർനെയിം ഇല്ലാത്ത നെയിം വെച്ചിട്ട് എന്താണ് റീസൺ മാരേജ് എന്നുള്ള ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ 1 and only സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഹോം ഓഫീസിൻ്റെ അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി അതിൻ്റെ യാതൊരു രീതിയിലും ആവശ്യമില്ല. കാരണം നമ്മൾ മെയിനായിട്ട് മെയിൻ നെയിം വെക്കുക. അത് കഴിഞ്ഞ് അഡീഷണൽ നെയിം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ നമ്മൾ പണ്ട് അറിയപ്പെട്ടിരിക്കുന്ന സർനെയിം, മാരേജിന് മുമ്പ് അറിയപ്പെട്ടിരിക്കുന്ന നെയിം വെച്ചിട്ട് അത് മാരേജാണ് റീസൺ എന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ലൈഫ് ഇൻ ദ UK നെയിമോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കറണ്ട് പാസ്പോർട്ടിൻ്റെ നെയിമോ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് ഇതേപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം സാധാരണ ലൈഫ് ഇൻ ദ UK ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ്സോ പാസ്പോർട്ട് നോക്കിയിട്ടായിരിക്കും മിക്കവാറും അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ റീസെൻ്റ്ലി ആരെങ്കിലും ഇങ്ങനെ പാസ്പോർട്ട് മാറ്റി ഇതേപോലെ സർനെയിമുകൾ മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഡീഡ് പോളോ നെയിം ചേഞ്ച് ഡീഡ് പോളോകളോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത ഒരു യാതൊരു മാറ്ററിലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഹോം ഓഫീസ് ആപ്ലിക്കേഷൻ. ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഇല്ല, ലൈഫ് ഇൻ ദ UKന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് നമുക്ക് ലൈഫ് ലോങ് വാലിഡ് ആണ്. പക്ഷേ ആൾക്കാർക്ക് ആ ഡോക്യുമെൻ്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അല്ല റെഫറൻസ് നമ്പർ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ നമ്മളത് പുതിയ എക്സാം എഴുതിയേ പറ്റുള്ളൂ. ഹോം ഓഫീസ് അത് അഡീഷണൽ കോപ്പിയോ അതൊന്നും തരത്തില്ല. ഇപ്പം ലൈഫ് ഇൻ ദ UK ടെസ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ഇങ്ങനെ കേട്ടു, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അല്ല, അത് പ്രപ്പോസൽ വന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ ലൈഫ് ഇൻ ദ UK അനുസരിച്ച് നമുക്ക് ആ 24 ക്വസ്റ്റ്യനിൽ 18 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പാസ്സായി. പ്രപ്പോസൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഓട്ടമിൽ അവർ കൊണ്ടുവരാൻ നോക്കുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഈ വൈറ്റ് പേപ്പറിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. അല്ല സോറി, ആ പ്രപ്പോസലിന്റെ കൂടെ വന്നിട്ടുള്ളതല്ല, അല്ലാതെ സെപ്പറേറ്റ് അവർ അനൗൺസ് ചെയ്തതാണ്. അല്ല പ്രപ്പോസൽ അല്ല. എന്തൊക്കെയാ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? അല്ല, പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇതൊരു പൊളിച്ച് വാർക്കെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ലൈഫ് ഇൻ ദ UK ടെസ്റ്റുകൾ പൊളിച്ച് വാർക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ പ്രപ്പോസൽ വന്നു, അത് പൊളിച്ച് വാർക്കുന്നത് നോക്കി നിൽക്കാതെ UK സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പേപ്പർ സേഫ് ആയിട്ട് ഇവിടെ വെക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഓരോ ഓപ്ഷൻ അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് സിമ്പിൾ ആണ്. ഇപ്പൊ ലൈഫ് ഇൻ ദ UKക്ക് നമുക്ക് റെഫറൻസ് നമ്പർ ഇമെയിൽ വഴിയാണ് വരുന്നത്. അത് സേവ് ചെയ്ത് നമുക്ക് ഇമെയിലുണ്ടാവും. പക്ഷെ പണ്ട്
ഡോക്യുമെൻ്റ് ആയിരുന്നു. ആ ഡോക്യുമെൻ്റ് പലർക്കും മിസ്സായി പോവാറുണ്ട്. ആ ഡോക്യുമെൻ്റ് പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടില്ല, ഹോം ഓഫീസിൽ നിന്ന് കിട്ടത്തില്ല. കോപ്പി ഒന്നും ഇപ്പൊ എക്സാം കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മെയിൽ വരിക, അതെ, മെയിൽ വരിക. റെഫറൻസ് അതെ, അത് ഡിജിറ്റൽ കോപ്പി ആയതുകൊണ്ട് സേവ് ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ. നമുക്കിപ്പോൾ ലൈഫ് ഇൻ ദ UK അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റിലോ എന്തെങ്കിലും എക്സംഷൻസ് നമുക്ക് ഹോം ഓഫീസ് തരാറുണ്ട്? എക്സംഷൻസ് ഇപ്പോൾ 18 to 64 ഇയേഴ്സ് ഉള്ള എല്ലാവരും ലൈഫ് ഇൻ ദ UK ഇംഗ്ലീഷ് ലാംഗ്വേജ് പാസ്സാവണം അവർ ILR ചെയ്യുകയാണ്. ഈവൻ സ്കിൽ വർക്കേഴ്സിനുള്ള എക്സംഷൻ അവർ ഓൾറെഡി പാസ്സായി വരുന്നതുകൊണ്ടാണ് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എക്സംഷൻ അവർ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനിടയിലുള്ള ആൾക്കാർക്ക്, നമ്മളിപ്പം മെഡിക്കലി മെൻ്റലി ഇല്ലോ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ GPയുടെ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോം ഓഫീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 17 വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ വന്നു. അപ്പം ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഫ്യൂച്ചറിൽ? എങ്ങനെയാണ് അത് ILRലേക്ക് എലിജിബിലിറ്റി വരുന്നത്? അതോ ILR കിട്ടില്ലേ? ആ 18 വയസ്സിന് മുമ്പ് ഡിപ്പെൻഡൻ്റായി വരുന്ന ഒരു കൊച്ച് അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് കിട്ടുകയും ചെയ്യും, ILR അപ്ലൈയും ചെയ്യാൻ പറ്റും. പക്ഷേ പറ്റുന്ന പല ബുദ്ധിമുട്ടുകളും 18 20 വയസ്സാകുമ്പോഴത്തേനും അവർക്കൊരു ജോലി സെക്യൂർ ആകും, അവർ വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കും. ചില കേസുകളിൽ കല്യാണം വരെ നടക്കുന്ന കേസുകളുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ് നടക്കുന്നതെന്ന് ഹോം ഓഫീസിന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ILR ഗ്രാൻഡ് ചെയ്യില്ല. അവർ ആ ഡിപ്പെൻഡൻറ്റ് എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറിയതുകൊണ്ട്, അല്ല നേരെ മറിച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെയുള്ള പല കേസുകളിലും നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു 10-20 വയസ്സുള്ള കൊച്ച് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന കൊച്ചിന് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. സാലറി നേരെ എംപ്ലോയർ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പേരൻസ് കൊച്ചിന് ഒരു 400-300 അങ്ങനെയുള്ളൊരു പൗണ്ട് എല്ലാ മാസം ട്രാൻസ്ഫർ ചെയ്യുക. അത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ശരിക്കും നല്ലൊരു സോളിസിറ്ററായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്ന ലീഗൽ അഡ്വൈസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. റെഫ്യൂസൽ ആൻഡ് ഓവർസ്റ്റേസ് എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ILR റെഫ്യൂസൽ? എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മെയിൻ അപ്ലിക്കൻ്റ് റെഫ്യൂസൽ വരുന്നത് അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റിവോക്ക് ചെയ്തൊരു മാറ്ററിൽ അവിടെ റെഫ്യൂസൽ വരും. എംപ്ലോയർ ലെറ്റർ കൊടുത്തില്ലെങ്കിൽ റെഫ്യൂസൽസ് വരും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. പിന്നെ ഓവർ സ്റ്റേ ആയിരിക്കുന്ന 180 ഡേയ്സിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റെഫ്യൂസൽ വരും. ഇങ്ങനെയുള്ള മാൻഡേറ്ററി റെഫ്യൂസൽ ചാൻസുകൾ മെയിൻ അപ്ലിക്കൻറ്റിന് വരുള്ളൂ. നേരെ മറിച്ച് ഡിപ്പെൻഡൻസിനാണെങ്കിൽ, സ്പൗസിനാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ലെങ്കിൽ, സെപ്പറേറ്റഡ് ആണെങ്കിൽ റിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പാസ്സായില്ലെങ്കിലോ ലൈഫ് ഇൻ ദ UK പാസ്സായില്ലെങ്കിലോ റെഫ്യൂസലിൻ്റെ ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് കൊച്ചുങ്ങളുടെ ILR റെഫ്യൂസൽ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ആണെന്ന് ഹോം ഓഫീസിന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് റെഫ്യൂസൽ ചാൻസസ് കൊടുക്കും. കൊച്ചുങ്ങൾ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഹോം ഓഫീസ് ILR കൊടുക്കും. ILRുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നൊരു സാധനമാണ് ഓവർസ്റ്റേ. പലരും ഓവർസ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസിനെ കുറിച്ച് എനിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓവർസ്റ്റേയിലുള്ള ഒരാൾക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ILR കിട്ടുന്നതിനോ കിട്ടാതിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ? ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഇപ്പോഴത്തെ കറണ്ട് റൂൾ അനുസരിച്ച് നമുക്ക് 14 ഡേയ്സ് വരെ ഹോം ഓഫീസിന് ഡിസ്റിഗാർഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. 14 ഡേയ്സ് വരെയുള്ള ഓവർ സ്റ്റേ. പക്ഷെ അതെപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യണമെന്നില്ല. അത് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഓവർ സ്റ്റേ പീരീഡ് വേണ്ടാന്ന് വെക്കത്തുള്ളൂ, മീൻസ് കൺസിഡർ ചെയ്യാതിരിക്കത്തുള്ളൂ. പക്ഷെ നേരെ മറിച്ച് 14 ദിവസത്തിന് മുകളിലാണെങ്കിൽ മാൻഡേറ്ററി റെഫ്യൂസലാണ്. അങ്ങനെയുള്ളൊരു കേസിൽ ഒരിക്കലും ഇവിടെ ഒരു എക്സ്റ്റൻഷൻ പോലും തന്നെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അന്നേരം ILRൻ്റെ കാര്യത്തിൽ ഒരിക്കലും അത് കിട്ടത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇത് റെഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ILR റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂ ഉണ്ടാവാം. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് മാറ്റേഴ്സ് ഇൻവോക്ക് ചെയ്തിട്ടാണ് ILR അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പീൽ റൈറ്റ് കിട്ടാം. ഇത് രണ്ടുമാണ് മെയിൻ. ഈവൻ ഇത് രണ്ടും അഡ്മിൻ റിവ്യൂവും അല്ലെങ്കിൽ അപ്പീൽ റൈറ്റും ഇല്ലാതെ നമുക്ക് റെഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് കോടതിയിലേക്ക് പോകാനും പറ്റും. ഈ 3 കാര്യങ്ങളും ആയിരിക്കും മിക്കവാറും ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ILR റെഫ്യൂസൽ. ILR റെഫ്യൂസൽ വന്നു കഴിയുമ്പോൾ ഒരു വരുന്നെന്ന് തോന്നുന്നൊരു സിറ്റുവേഷനിലോ നിങ്ങളൊരു ലീഗൽ ഒപ്പീനിയനോ ലീഗൽ അഡ്വൈസോ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമുക്ക് എന്തെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെസ്റ്റ് ആയിരിക്കും ഒരു സോളിസിറ്ററായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം റെഫ്യൂസൽ വരുമോ എന്നുള്ളത് നമ്മളെക്കാട്ടി നന്നായിട്ട് അവർക്കറിയാമല്ലോ. അപ്പം മാക്സിമം അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ILRുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ILR ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പുതിയ പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും എല്ലാം വരും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സോളിസിറ്റർ ഫേമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുള്ളത് ബ്രോസ് സോളിസിറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്.
അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തായാലും കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. സീ യു നെക്സ്റ്റ് വീഡിയോ.